അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ ശാഅ റബ്ബുക ലജഅല النَّاسَ أُمَّةً وَاحِدَةً وَلَا يَزَالُونَ مُخْتَلِفِينَ إِلَّا مَنْ رَحِمَ رَبُّكَ وَلِذَلِكَ خَلَقَهُمْ وَتَمَّتْ كَلِمَةُ رَبِّكَ لَأَمْلَأَنَّ جَهَنَّمَ مِنَ الْجِنَّةِ وَالنَّاسِ أَجْمَعِينَ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. ധാരാളമായി കേട്ടിട്ടുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സലഫികൾക്കെതിരെ അല്ലെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ, മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പലരും അമ്പുകൾ എയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇസ്ലാം, ആ ഇസ്ലാമിൽ ഓരോ മുസ്ലിമിൻ്റെയും സ്വഭാവ പെരുമാറ്റങ്ങൾ എങ്ങനെയായിരിക്കണം, അവൻ ജീവിക്കുന്ന ഏത് ചുറ്റുപാടായാലും ആ ചുറ്റുപാടിനോട് എങ്ങനെ ചേർന്ന് ജീവിച്ചു പോകണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിച്ചു തന്നതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നത് അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് വിശ്വാസികളുടെ ബാധ്യത. രണ്ട് തരത്തിലുള്ള മതങ്ങളെ നമുക്ക് കാണാം. ഒന്ന്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന അതേ രീതിയിൽ മതം മനസ്സിലാക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ. മറ്റൊന്ന്, ചില പണ്ഡിതന്മാരുടെ അതാത് കാലഘട്ടങ്ങളിലുള്ള വ്യാഖ്യാനങ്ങൾക്കൊപ്പം ജീവിക്കുന്ന ആളുകൾ. പലപ്പോഴും വലിയൊരു ശതമാനം ആളുകൾ ഇത്തരത്തിലുള്ള ചില പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങൾക്കും അതുപോലെ മതത്തെക്കുറിച്ച് തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുടെ ചിന്തകൾക്കുമൊപ്പം പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. പണ്ട് കാലം മുതൽ തന്നെ, ഇസ്ലാമിൻ്റെ ആവിർഭാവകാലം മുതൽ തന്നെ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്ലാമിൽ കണ്ടിട്ടുള്ളൊരു സംഗതിയാണ്. ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവർക്കൊപ്പം കൂടി നിൽക്കുന്ന ഒരു സംഘത്തെ എല്ലാ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവരാണ് മുസ്ലിങ്ങൾക്ക് എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മുസ്ലിങ്ങളുടെ ബാഹ്യ ശത്രുക്കൾ എന്ന് നമ്മൾ പറയുന്ന ഏതെങ്കിലും ആളുകളല്ല ഇസ്ലാമിന് പ്രയാസമുണ്ടാക്കിയിട്ടുള്ളത്. ഒരു വേള നമ്മൾ ചിന്തിച്ചാൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയിട്ടുള്ള കുരിശ് യുദ്ധത്തിന്, ആ കുരിശ് യുദ്ധം കൊണ്ട് മുസ്ലിങ്ങൾക്കുണ്ടായ നാശത്തെക്കാൾ വലിയ നാശമുണ്ടാക്കിയത് മുസ്ലിങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ചില ഗ്രൂപ്പുകളും വിഭാഗങ്ങളുമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ ഏതെങ്കിലും ഒരായത്തിനെ എടുത്ത് സാമ്പത്തികമോ ഭൗതികമോ ആയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിക്കുന്ന അത്തരക്കാർ, അവരാണ് മുസ്ലിങ്ങളെ മറ്റ് സമൂഹങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഉപദേശിച്ചിട്ടുള്ളവരും മറ്റ് മതങ്ങൾക്കൊപ്പം വേദി പങ്കിട്ടുകൂടാ, മറ്റ് മതവിശ്വാസികൾക്കൊപ്പം ഭരണത്തിലിരുന്നുകൂടാ എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിച്ച് മുസ്ലിങ്ങളെ വേർതിരിക്കുകയും അവരെ തുരുത്തുകളിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്ര പ്രാവശ്യം നമ്മൾ ഈ വിഷയം കേട്ടാലും നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം, ആരാണ് നമുക്ക് മതം പഠിപ്പിക്കാൻ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള ആ പ്രവാചകൻ ആരാകുന്നു? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ആ സമൂഹത്തിൽ പ്രവാചകൻ ഏത് രീതിയാണ് സ്വീകരിച്ചത്? അതിനെക്കുറിച്ച് പ്രമാണങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം.
ആമുഖം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിലായി പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ലോകത്തിൻ്റെ ഘടന അതൊരു വ്യത്യസ്തതകൾ ഉൾക്കൊള്ളുന്ന കാര്യമാകുന്നു എന്നാണ്. ഏകശില സമൂഹമായിട്ടല്ല ഈ ലോകത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാവരും ഒരുപോലെ ചിന്തിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ ഉയർന്ന പ്രദേശങ്ങൾ കാണാം, മലകൾ കാണാം, താഴ്വരകൾ കാണാം, നദികൾ കാണാം, സമുദ്രങ്ങളുണ്ട്, ചെറുതും വലുതുമായ വസ്തുക്കളുണ്ട്, ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ തരം ജീവജാലങ്ങളുണ്ട്. 4 കാലുകൾ കൊണ്ട് നടക്കുന്നവരും 2 കാല് കൊണ്ട് നടക്കുന്നവയും ഉദരങ്ങൾ കൊണ്ട് ഇഴയുന്നവയുമായ ജന്തുക്കൾ, വ്യത്യസ്തമായ ജന്തുക്കൾ ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തതകളാണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ. ഭൂമി അങ്ങനെയാണ്, എല്ലാം ഒരുപോലെയല്ല, ഈ ഭൂമിയിലെല്ലാം വ്യത്യസ്തമാകുന്നു. അതുപോലെ തന്നെയാണ് അള്ളാഹു മനുഷ്യനെയും സൃഷ്ടിച്ചത്. വ്യത്യസ്തമായി ചിന്തിക്കാൻ കഴിവുള്ളവരാണ് മനുഷ്യർ. ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാവരെയും ഒരുപോലെ ആക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ യാതൊരു പ്രയാസവും കൂടാതെ അള്ളാഹു അങ്ങനെ ആക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ എന്ന്. അള്ളാഹു ഉദ്ദേശിച്ചത് ഈ വ്യത്യസ്തതകൾ ഇവിടെ നിലനിൽക്കണം എന്ന് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ ഈ കാര്യത്തെക്കുറിച്ച് പല സ്ഥലത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അൻആമിൽ നമുക്ക് കാണാം 107-ാമത്തെ വചനത്തിൽ, വലൗ ശാ അല്ലാഹു മാ അശ്റകൂ, വലൗ ശാ അല്ലാഹു മാ അശ്റകൂ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ ശിർക്ക് ചെയ്യുമായിരുന്നില്ല. ശിർക്ക് ചെയ്യുന്നവർ, ബഹുദൈവ വിശ്വാസികൾ, അങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകരുത് എന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. വലൗ ശാ അല്ലാ മാ അശ്റകൂ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ ശിർക്ക് ചെയ്യുമായിരുന്നില്ല. അഥവാ ശിർക്ക് ചെയ്യുന്ന ഒരു വിഭാഗത്തെ കാണുമ്പോൾ അവരെ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ചിന്തിക്കുക, അത് ന്യായമാണ്, നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ അതിലേറെ അവരെ കാണുമ്പോൾ ഒരു അസഹ്യമായ വേദനയുണ്ടാവുകയും അവർക്കൊപ്പം ജീവിക്കാൻ പറ്റാത്ത വിധം നമ്മൾ ശ്വാസം മുട്ടുകയും ചെയ്യുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. കാരണം ഈ പ്രകൃതിയിൽ എല്ലാം വ്യത്യസ്തമാവുന്നത് പോലെ ചിന്താപരമായ വ്യത്യസ്തതകളും മതപരമായ വ്യത്യസ്തതകളും അള്ളാഹു സൃഷ്ടിച്ച ഈ ഭൂമിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാകുന്നു, പ്രകൃതിയിൽപ്പെട്ടതാകുന്നു എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതാണ് അള്ളാഹു പറഞ്ഞ ഷാ അല്ലാഹു മാ അശ്റകൂ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും ശിർക്ക് ചെയ്യുമായിരുന്നില്ല. പക്ഷെ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. വമാ ജഅൽനാക അലൈഹിം ഹഫീളാ, വമാ ജഅൽനാക അലൈഹിം ഹഫീളാ, ഏ പ്രവാചകരെ, അവരുടെ മേൽ ഒരു കാവൽക്കാരനായി താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. അവരുടെ മേൽ, അവിശ്വാസികളുടെ മേൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാവൽക്കാരൻ്റെ റോളിലല്ല പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചത് എന്നാണ്. എല്ലാവരുടെയും വിശ്വാസത്തെക്കുറിച്ച് അന്വേഷിച്ച് നടക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അല്ലെങ്കിൽ എല്ലാവരും വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ അങ്ങേയറ്റം മനം നൊന്ത് പ്രയാസപ്പെട്ട് വേദനിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയില്ല. ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രവാചകനായാലും പ്രബോധകനായാലും പണ്ഡിതനാണെങ്കിലും അവരുടെ ഉത്തരവാദിത്വം മതം പഠിപ്പിച്ചു കൊടുക്കൽ മാത്രമാകുന്നു. അതല്ലാതെ അവരുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു കാവൽക്കാരനെ പോലെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല. വമാ അൻത അലൈഹിം ബിവക്കീൽ, അവരുടെ കാര്യത്തിൽ ഒരു ബാധ്യതയും താങ്കളെ നാം ഏൽപ്പിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ അവർക്ക് മതം എത്തിച്ചു കൊടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. പ്രബോധകനാകണമെങ്കിലും അങ്ങനെ തന്നെ, വിശ്വാസികളാണെങ്കിലും അത്രേ ഉത്തരവാദിത്തമുള്ളൂ. ഇവിടെ കാണുന്ന അവിശ്വാസികൾക്ക് ഇസ്ലാം എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത മാത്രമേ മുസ്ലിങ്ങളായ ആളുകൾക്കുള്ളൂ. അല്ലാതെ അവരൊക്കെയും മുസ്ലിങ്ങളായേ അടങ്ങൂ എന്ന് മുസ്ലിങ്ങൾ വാശി പിടിക്കേണ്ട കാര്യമേ ഇല്ല എന്ന്. ഈ തൊട്ടടുത്ത വചനത്തിൽ നോക്കൂ നിങ്ങൾ, സൂറത്ത് യൂനുസ് 99-ാമത്തെയും 100-ാമത്തെയും ആയത്ത്. അവിടെ എന്താ പറയാ, വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീആ. ഇതേ കാര്യത്തിന് അല്ലാഹു ആവർത്തിക്കുക, വലൗ ശാഅ റബ്ബുക, നിന്റെ രക്ഷിതാവെങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീആ, ഈ ലോകത്തുള്ള സകല മനുഷ്യരും വിശ്വാസികളാകുമായിരുന്നു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തുള്ള സകല ആളുകളും മുസ്ലിങ്ങളാകുമായിരുന്നു. പിന്നെ നമുക്കൊന്നും ഒരു പണി ഉണ്ടാകുമായിരുന്നില്ല. അള്ളാഹ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ, എന്നിരിക്കെ പ്രവാചകരെ, അവരൊക്കെയും വിശ്വാസികളാകുന്നത് വരേക്കും താങ്കൾ അവരെ നിർബന്ധിക്കുകയാണോ? അല്ലാഹ് റസൂലുള്ളാഹിനോട് ചോദിക്കുക, നബിയെ, ഞാനിവരെങ്ങനെ എല്ലാവരും വിശ്വാസിയാക്കാൻ ഉദ്ദേശിക്കണില്ല, പിന്നെ ഇവരെ പിന്നാലെ നടന്ന് എന്തിന് താങ്കൾ അവരെ വിശ്വാസികളാക്കാൻ നിർബന്ധിച്ച് പിന്നാലെ നടക്കേണ്ട ആവശ്യം എന്താണ്? എന്തിനാണ് താങ്കൾ അവരെ നിർബന്ധിക്കുന്നത്? അല്ലേ,
അവരൊക്കെയും മുഅ്മിനീങ്ങളായി തീരുന്നതുവരെയും താങ്കൾ അവരെ നിർബന്ധിക്കുകയാണോ എന്ന്. അപ്പം അങ്ങനെ നിർബന്ധിക്കേണ്ട പണി വിശ്വാസികൾക്കില്ല. വമാ കാന ലിനഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ഒരാൾക്കും വിശ്വാസിയാകാൻ കഴിയുകയില്ല. മതം ആരുടേതല്ല? വിശ്വാസികൾ. ഈ മുസ്ലിങ്ങളുടെ മതമല്ല ഇസ്ലാം. മുസ്ലിങ്ങളുടെ മതമല്ല ഇസ്ലാം, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സ്വകാര്യ സ്വത്തല്ല ഇസ്ലാം. അത് അള്ളാഹുവിൻ്റെ ദീനാണ്. ആര് ആ ദീനിലേക്ക് വരണമെന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ഒരാൾക്കും അങ്ങോട്ട് വരാൻ കഴിയില്ല. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അള്ളാഹ് തീരുമാനിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഒരേ ഒരു മനുഷ്യൻ അങ്ങേയറ്റം വിശ്വസിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷത്തോളം എല്ലാ സംരക്ഷണവും കൊടുത്ത് പ്രവാചകന് നേരെ വന്നിരുന്ന സകല ശത്രുക്കളുടെ അമ്പുകളും തടുത്തു നിർത്തി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റത്തെ പിന്തുണയും സംരക്ഷണവും കൊടുത്തിരുന്ന അബൂ താലിബ്, അദ്ദേഹം ഒന്ന് വിശ്വസിക്കണമെന്ന് പ്രവാചകൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. സ്വാഭാവിക. പ്രവാചകന്റെ ഉപ്പയോളം സ്ഥാനമുണ്ടായിരുന്ന ആളാ. പ്രവാചകന്റെ സംരക്ഷണം പരിപൂർണമായും അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹം ഒന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ന്യായമായും ആഗ്രഹിച്ചു. കഴിഞ്ഞോ? പ്രവാചകൻ ആഗ്രഹിച്ചത് കൊണ്ട് ഒരാൾക്ക് മുസ്ലിമാകാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവിടെ കഴിയേണ്ടിയിരുന്നു. കഴിഞ്ഞില്ല. അല്ലാഹ് പറയാ, പ്രവാചകരെ എന്തിനാണ് ബേജാറാവുന്നത്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. ഏ പ്രവാചകരെ, താങ്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. താങ്കൾ സ്നേഹിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ, ആ ഹിദായത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ താങ്കൾക്ക് സാധ്യമല്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിദായത്ത് കൊടുക്കുന്നു. അപ്പം എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉപ്പക്ക് എന്തായാലും ഹിദായത്ത് കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം, ശരിയാ. പക്ഷേ അള്ളയാണ് ഹിദായത്ത് കൊടുക്കുന്നത് എന്ന് നമ്മൾ അറിയണം എന്നാ. ഇത് അള്ളാഹിൻ്റെ ദീനാണ്. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ എന്ന്, ആര് വിശ്വസിക്കണം ആര് വിശ്വസിക്കണ്ട എന്ന് അള്ളാഹ് തന്നെ തീരുമാനിച്ചോളും. അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. വിശ്വാസികൾക്ക് എന്തേ പണിയുള്ളൂ? ജനങ്ങൾക്ക് മതം എത്തിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ അല്ലേ. വീണ്ടും അള്ളാഹ് പറയാം, സൂറത്ത് ഹൂദിൽ നമുക്ക് കാണാം 118, 119 ആയത്ത്. വലൗ ശാഅ റബ്ബുക, നിന്റെ രക്ഷിതാവെങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലജഅലന്നാസ ഉമ്മത്തൻ വാഹിദാ, ജനങ്ങളൊക്കെയും ഒരൊറ്റ സമൂഹമായി മാറുമായിരുന്നു. അള്ളാഹ് ഉദ്ദേശിച്ചതിൽ ഒറ്റ ഉമ്മത്താകുമായിരുന്നു. അവർ എല്ലാവരും ഒരേ ഉമ്മത്തിൽപ്പെട്ടവരാകുമായിരുന്നു. പക്ഷെ അള്ളാഹ് അങ്ങനെ ഉദ്ദേശിച്ചില്ല. വലാ യസാലൂന മുഖ്തലിഫീൻ, അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. അതാ പറയാ. കാരണം അതാണ് പ്രകൃതി. കാരണം മനുഷ്യന്മാർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ചിന്തിക്കുന്നതിനനുസരിച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാവും, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. അത് പ്രകൃതി നിയമമാണ്. അള്ളാഹ് അങ്ങനെ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടില്ല. കാരണം അങ്ങനെയായിരുന്നു മലക്കളെ പോലെ തന്നെ മനുഷ്യനാക്കിയാൽ മതിയായിരുന്നല്ലോ. മലക്കുകളെപ്പോലെ എല്ലാവരും പരിശുദ്ധരായി ജീവിക്കണം എന്ന് മനുഷ്യന്റെ കാര്യത്തിൽ അള്ളാഹ് തീരുമാനിച്ചിട്ടില്ല. കാരണം മനുഷ്യൻ അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, ചിന്താ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. മനുഷ്യനും ജിന്നിനും അള്ളാഹു ചിന്താ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അവർക്കൊക്കെയും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. വിശ്വസിച്ചവർക്ക് തന്നെ പല രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വേദക്കാർ 73 വിഭാഗമായി ഭിന്നിച്ചു, 72 വിഭാഗമായി ഭിന്നിച്ചു. എൻ്റെ സമുദായം 73 വിഭാഗമായി ഭിന്നിക്കും, അതിൽ ഒരു വിഭാഗം മാത്രമേ എൻ്റെ അതേ ആദർശത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? മുസ്ലിങ്ങൾക്കിടയിലും വീണ്ടും ഭിന്നിപ്പുണ്ടാവുന്നു. അപ്പോൾ തൗഹീദ് മനസ്സിലായാൽ പോലും വീണ്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ. പക്ഷെ ആ ഏറ്റവും നല്ല കക്ഷി ആരാണോ അത് പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുന്ന കക്ഷിയാകുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പം മനുഷ്യന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവിക. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവർ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതപ്പെട്ടവരാ. അവർക്ക് ഈ ഭൂമിയിൽ ജീവിച്ചുകൂടാ എന്ന് ലോകത്ത് ഒരു പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടില്ല. എല്ലാ പ്രവാചകന്മാരും ജീവിച്ചത് ബഹുസ്വര സമൂഹത്തിലാണ്. അവിശ്വാസികൾക്കിടയിലാണ് എല്ലാ പ്രവാചകന്മാരും ജീവിച്ചത്. അല്ലാത്ത പ്രവാചകന്മാരാരാ ഉള്ളത്? എല്ലാ പ്രവാചകന്മാരുടെയും തുടക്കവും ഏറെക്കുറെ തുടക്കം എല്ലാവരുടേതും ഒരുപോലെ തന്നെയാ. ഒക്കെ ബഹുസ്വര സമൂഹത്തിൽ തന്നെ എല്ലാത്തരം അവിശ്വാസികൾക്കും ഇടയിലാണ് അവർ ജീവിച്ചത്. അപ്പം അത് ഒരു അസഖ്യമായി തോന്നേണ്ടതില്ല, മറിച്ച് അതിനെ അനുകൂലമാക്കി ഉപയോഗപ്പെടുത്തി അവരിലേക്ക് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാനുള്ള ബാധ്യതയാണ് വിശ്വാസികൾക്കുള്ളത് എന്ന് അല്ലാഹ് പറയാം. വലിദാലിക ഖലഖഹും, അതിനു വേണ്ടി തന്നെയാണ് നാം അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാ? ഇനി പറയാൻ പോണ കാര്യമാണെന്നാ. വതമ്മത് കലിമത്തു റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ ഒരു വാക്ക് സ്ഥിരപ്പെട്ടതാ. എന്താ അള്ളാഹുവിൻ്റെ വാക്ക് സ്ഥിരപ്പെട്ടത്?
ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. അല്ലാഹുവിൻ്റെ നരകം, ആ നരകത്തിൽ ആരെക്കൊണ്ടാ നിറക്കുക? ജിന്നുകളിലും മനുഷ്യനിലും പെട്ട അവിശ്വാസികളെ കൊണ്ട് നരകം നിറയ്ക്കുമെന്നത് അള്ളാന്റെ ഒരു വാക്ക. അത് മാറൂല എന്ന്. അതിനർത്ഥം അവിടേക്ക് വേണ്ട ആളുകൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറെ ആളുകൾ അവിശ്വാസികളായി ജീവിക്കും. ആ ജീവിക്കുന്നത് ആരാണ് എന്നത് അള്ളാന്റെ തീരുമാനപ്രകാരമാണ്. ഇനി അള്ളാഹ് കുറച്ചാൾക്കാർ അങ്ങനെ തീരുമാനിച്ച് നരകത്തേക്ക് ഇടുകയാണോ? അതല്ല, മറിച്ച് അവരുടെ ചിന്തയും അവരുടെ പ്രവർത്തനങ്ങളും ആ വഴിക്കേ ഉള്ളതാണ്. അതുകൊണ്ട് അത്തരം ആളുകളെ അവിശ്വാസികളായി തന്നെ കാണുകയും അതേസമയം മനുഷ്യനെ മനുഷ്യനായി കാണുകയും ചെയ്യാനുള്ള ബുദ്ധിയും വിവേകവും വിശ്വാസികൾക്കുണ്ടാകണം എന്നതാണ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലുടനീളം പഠിപ്പിച്ചു തന്നത്. എങ്ങനെയാണ് അവിശ്വാസികളുടെ കൂടെ ജീവിക്കേണ്ടത്? പ്രവാചകൻ മാതൃകയാണ്. കാരണം അവർക്ക് അതൊരു യാഥാർത്ഥ്യമാണ്. ബഹുസ്വരത എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമായ സമൂഹത്തിൽ മനുഷ്യൻ എന്ന നിലക്ക് പരസ്പര ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കൊണ്ട് ജീവിക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഇവിടെ ജീവിതം അസഖ്യമാകും, മതം അപ്രായോഗികമാകും. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു മതം പിന്നെ എങ്ങനെയാ മതപ്രബോധകന് പ്രബോധനം നടത്താൻ കഴിയുക? പ്രബോധനം നടത്തണമെങ്കിൽ മറ്റുള്ളവർ വേണ്ടേ? അപ്പോൾ ഒരു സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ ആ സമൂഹത്തോട് എങ്ങനെ യോജിച്ചു പോകണം, ആ സമൂഹവുമായി എങ്ങനെ ഇടപാടുകൾ നടത്തണം, ആ സമൂഹവുമായി എങ്ങനെ ബന്ധപ്പെടണം എന്നൊക്കെയുള്ള ഒരു കൃത്യമായ പഠനം അല്ലെങ്കിൽ കൃത്യമായ ഒരു വിശദീകരണം ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നത് വസ്തുതയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ അധികം ആമുഖം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് നമുക്ക് കാണാം, സൂറത്തുൽ മുംതഹിനയിൽ. ആ ആയത്തിന് മുമ്പ് ഒരു സംഭവം പറയുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കുന്നതിന് വേണ്ടി പ്രവാചകൻ മക്കയിലേക്ക് സഹാബികളുടെ കൂടെ ഒരു മുന്നേറ്റം നടത്താൻ തീരുമാനിച്ചു. സൈനിക മുന്നേറ്റം. മക്കം ഫതഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന മക്ക വിജയത്തിന്റെ മുന്നേ പ്രവാചകൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. പക്ഷെ വളരെ കുറച്ച് ആളുകളോട് മാത്രമേ പ്രവാചകൻ അത് പറഞ്ഞിരുന്നുള്ളൂ. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരു ധാരണ, ഒരു വിഷയത്തെക്കുറിച്ച് അറിയുമായിരുന്നുള്ളൂ. അങ്ങനെ അറിഞ്ഞിരുന്ന ഒരാളാണ് ഹാത്തിബ് റളിയല്ലാഹു അൻഹു. ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഈ മുന്നേറ്റത്തെക്കുറിച്ച് നേരത്തെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതെന്താ? മക്കയിലുള്ള അദ്ദേഹത്തിൻ്റെ ഗോത്രം, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ വളരെ ദുർബലരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഹാത്തിബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പലായനം ചെയ്തു പോന്നു. അങ്ങനെ മദീനയിൽ അവർ താമസിക്കുകയാണ്. വിശ്വാസികൾ താമസിക്കുമ്പോഴാണ് ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബക്കാർ മക്കയിൽ തന്നെ ഉള്ളത്. അവർ അവിശ്വാസികളാണ്. ആ ഗോത്രങ്ങളെ ഇങ്ങനെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേതൃത്വത്തിൽ ഒരു സൈനിക മുന്നേറ്റം മക്കയിലേക്ക് നടത്തിയാൽ സ്വാഭാവികമായിട്ടും ഖുറൈശികൾ അവിടെയുണ്ട്. ഖുറൈശികൾക്ക് നേരെയുള്ള സൈനിക മുന്നേറ്റം ഖുറൈശികൾ പ്രതിരോധിക്കുമെങ്കിലും ഈ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രം ദുർബലമായതിനാൽ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിന് പ്രവാചകന്റെ ഈ മുന്നേറ്റത്തെ ഒരുപക്ഷെ നേരിടാൻ കഴിഞ്ഞില്ലെങ്കിലോ അവർ നശിപ്പിക്കപ്പെട്ടു പോകുമായേക്കാം. അവർക്ക് ചെറുത്തു നിൽക്കാനുള്ള കഴിവില്ല, അവർ ദുർബലരാണ് എന്നൊക്കെയുള്ള അദ്ദേഹത്തിന് ചില ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു കത്തിൽ ഇങ്ങനെ, നിങ്ങൾ സൂക്ഷിക്കണം, മുഹമ്മദ് നബി അങ്ങോട്ട് വരുന്നുണ്ട്, മക്കയിലേക്ക് വരുന്നുണ്ട് എന്ന് എഴുതിയിട്ടൊരു സ്ത്രീയുടെ കയ്യിൽ ഒരു കടലാസ് കൊടുത്തയച്ചു. ആ കടലാസ് ആ സ്ത്രീ ഒളിപ്പിച്ചു വെച്ചിട്ട് നേരെ മക്കയിലേക്ക് യാത്രയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയി മുഖേന വിവരം കിട്ടി, ഇങ്ങനെ ഒരു സ്ത്രീ കത്തുമായിട്ട് പോകുന്നത് അവിടെ എത്തിയ അപകടമാണ്. കാരണം റസൂലുള്ളാഹിന്റെ ഈ മുന്നേറ്റത്തെക്കുറിച്ച് ശത്രുക്കൾ അറിഞ്ഞാൽ പിന്നെ അത് വിജയിക്കൂലല്ലോ. അപ്പം അതുകൊണ്ട് അവർ ഉടനെ അത് തിരിച്ചു വാങ്ങണം എന്നാ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ അങ്ങോട്ട് പറഞ്ഞയച്ചു. ആ സ്ത്രീ പോയ സ്ഥലത്ത് ഒരു തോട്ടത്തിൽ സ്ത്രീ ഉണ്ട്, അവിടെ പോയിട്ട് വാങ്ങാൻ വേണ്ടി പറഞ്ഞു. ആ സ്ത്രീ ആദ്യം നിഷേധിച്ചു, എൻ്റെ കൈ കത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അവസാനം അലി റളിയല്ലാഹു അൻഹു നിർബന്ധിച്ചപ്പോൾ കത്ത് മുടിക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കൊടുത്തു. അപ്പം അങ്ങനെ ആ കത്ത് എവിടുന്ന് കിട്ടിയെന്ന് അന്വേഷിച്ചു. അങ്ങനെ അവസാനം ഹാത്തിബ് റളിയല്ലാഹു അൻഹു കൊടുത്തയച്ച കത്താന്ന് മനസ്സിലായി. അങ്ങനെ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. പ്രവാചകൻ ചോദിച്ചു, എന്താ സംഗതി, എന്തുകൊണ്ടാണ് നീ അങ്ങനെ ഒരു കത്ത് കൊടുത്തയച്ചത്? അപ്പം അദ്ദേഹത്തിൻ്റെ വിശ്വാസം 100% ഉറച്ച വിശ്വാസമാണ് എന്ന് സ്ഥാപിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. പ്രവാചകൻ അത് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന് കളങ്കമൊന്നുമില്ല. ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. പല സഹാബികൾക്കും അദ്ദേഹത്തോട് വെറുപ്പുണ്ടായി, അവർ കൊല്ലാനൊക്കെ തീരുമാനിച്ചു. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, ഇല്ല, ബദറിൽ പങ്കെടുത്ത സഹാബികൾക്ക് നേരെ ഒന്നും ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കും. അങ്ങനെ ഇതെന്താ ഇങ്ങനൊരു അപകടം വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവിശ്വാസികൾ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ജീവിക്കാൻ അവിടെ മുസ്ലിങ്ങളും മക്കയിലുള്ള അവിശ്വാസികളും മദീനത്തേക്ക് ഹിജ്റ വന്നിട്ടുള്ള മുസ്ലിങ്ങളും പരസ്പരം ഒരു യുദ്ധാവസ്ഥയിലാണ്.
അങ്ങനെ ആ യുദ്ധാവസ്ഥയിലുള്ള ആളുകൾക്കിടയിൽ പല രഹസ്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അവർക്കിടയിലുള്ള കുടുംബ ബന്ധങ്ങളും മറ്റ് ബന്ധങ്ങളും അവർ നിലനിർത്തിക്കൊണ്ടുപോയാൽ ഈ രഹസ്യങ്ങൾ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ ആ സമയത്തേക്കുള്ളൊരു നിർദ്ദേശം, ഇത്തരം യുദ്ധസമാനമായ സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന നിലക്ക് ഒരു കാര്യം മുസ്ലിങ്ങളെ പഠിപ്പിക്കുക. അതെന്താ പഠിപ്പിച്ചത്? അത് സൂറത്തുൽ മുംതഹിനയിലെ ഒന്നാമത്തെ ആയത്ത് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ലാ തത്തഖിദു അദുവ്വി വ അദുവ്വക്കും ഔലിയാ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ, സ്നേഹബന്ധം സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളുമായി പരസ്പര ബന്ധം നിങ്ങൾ സൂക്ഷിക്കരുത് എന്ന. എൻ്റെ ശത്രുക്കളും നിങ്ങളുടെ ശത്രുക്കളുമായുള്ളവരോട് സ്നേഹബന്ധം കാട്ടി നിങ്ങൾ അവരെ മിത്രങ്ങളായി വെക്കരുത്. എന്താ? നിങ്ങളുടെ ഈ സമുദായത്തിൻ്റെ സംരക്ഷണത്തിന് ഇത് അപകടം ചെയ്യും. ഇത്തരത്തിലുള്ള രഹസ്യങ്ങളൊക്കെ പുറത്തേക്ക് എത്തിപ്പോകും. അതാണല്ലോ ഇപ്പോൾ സംഭവിച്ചത്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ അവരുമായി നിങ്ങൾ ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. ആരുമായിട്ടാണ് ബന്ധം സ്ഥാപിക്കാൻ പാടില്ല പറഞ്ഞത്? അവിശ്വാസികളുമായി എന്നല്ല. ഇവിടെ ഈ സാഹചര്യത്തിൽ, പ്രത്യേകമായ സാഹചര്യത്തിൽ ഇറങ്ങിയിട്ടുള്ളൊരു വചനമാണ്. അത്തരം സന്ദർഭങ്ങളിലാണ് ഇത് പ്രായോഗികമായി സ്വീകരിക്കേണ്ട കാര്യം. വഖദ് കഫറു എന്നിട്ട് പറയാ. എന്തുകൊണ്ടാ അവരോട് സ്ഥാപിക്കരുതെന്ന് പറയാൻ കാരണം? വഖദ് കഫറു ബിമാ ജാഅകും മിനൽ ഹഖ്, നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുള്ള സത്യത്തിനെ അവർ നിഷേധിച്ചവരാണ്. പിന്നെയോ യുഖ്രിജൂനർ റസൂല വ ഇയ്യാകും അൻ തുഅ്മിനൂ ബില്ലാഹി റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ പ്രവാചകനെയും നിങ്ങളെയും ആട്ടിപ്പുറത്താക്കിയവരാണ് അവർ. മനസ്സിലായോ? അപ്പോൾ ആരോടാ ബന്ധം പാടില്ല എന്ന് പറഞ്ഞത്? ബന്ധം പാടില്ല എന്ന് പറഞ്ഞത് മതം വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയിട്ടുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളായിപ്പോയി എന്നതിൻ്റെ പേരിൽ മക്കയിൽ ജീവിക്കാൻ കഴിയാത്ത വിധം അവരെ ദ്രോഹിച്ച് അവരെ ആട്ടിയോടിച്ചിട്ടുള്ള ആ അവിശ്വാസികളുമായി നിങ്ങൾക്ക് ബന്ധം പാടില്ല എന്ന്. ഇതോതിയിട്ട് ചില ആൾക്കാർ പറയാ, എന്ത് അടോ അവിശ്വാസികളായിട്ടൊരു ബന്ധം പാടില്ല എന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ചപ്പ യുദ്ധമുണ്ട് എന്നാ. ഇപ്പം അങ്ങനെ യുദ്ധമുണ്ടോ? ഇല്ല. സമാധാന അന്തരീക്ഷമുള്ളൊരു സ്ഥലത്ത് ഈ ആയത്തിൽ പറഞ്ഞ കാര്യം മുസ്ലിങ്ങൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരല്ല. കാരണം ഇത് സമാധാന കാലഘട്ടത്തിലേക്കുള്ള നിർദ്ദേശമല്ല. മറ്റൊന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? യുഖ്രിജൂനർ റസൂല വ ഇയ്യാകും അൻ തുഅ്മിനൂ ബില്ലാഹി റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങളെയും നിങ്ങളുടെ പ്രവാചകനെയും അവർ ആട്ടിപ്പുറത്താക്കിയെന്ന. അങ്ങനെ ആട്ടിപ്പുറത്താക്കിയിട്ടുണ്ടോ? ഇപ്പം ഇവിടെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലോ കേരളത്തിലോ ഉള്ള മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങളെ ആരെങ്കിലും നിങ്ങൾ വിശ്വാസികളാണ് അതുകൊണ്ട് ഇവിടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പറയാത്ത കാലത്തോളം പിന്നെ ആരോ ഒന്നോ രണ്ടോ ആളുകൾ പറയാന്നല്ല. ഇങ്ങനെ ഒരു സമൂഹത്തിൽ അങ്ങനത്തെ തീരുമാനമുണ്ടോ? അങ്ങനത്തെ ഒരു ഭരണ സംവിധാനം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അത്തരം ഒരു യുദ്ധാന്തരീക്ഷമാണോ നാട്ടിലുള്ളത്? എങ്കിലേ ഈ ആയത്ത് പറഞ്ഞ കാര്യം പ്രാവർത്തികമാക്കേണ്ടതുള്ളൂ. അതല്ലാതെ സമാധാനമുള്ള അന്തരീക്ഷത്തിൽ ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മുസ്ലിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുക, ഹിജറ പോരുക. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞൊരു കാര്യമുണ്ട്. മക്കയെ ചൂണ്ടിയിട്ട് പ്രവാചകൻ പറഞ്ഞു, ഏ മക്ക, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണാണിത്. പ്രവാചകൻ പറയാ, ഏ മക്ക, അള്ളാഹു പവിത്രമാക്കിയ ഈ മണ്ണിനെ ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. എൻ്റെ സമൂഹമെങ്ങാനും എന്നെ ഇവിടുന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ മണ്ണിനെ ഉപേക്ഷിച്ച് പോകുമായിരുന്നില്ല എന്നാ. എന്താ റസൂലുള്ളാഹി പോകാൻ കാരണം? അവിടെ അവിശ്വാസികളുണ്ട് എന്നതിന് പേരിലാണോ പ്രവാചകൻ പോയത്? അല്ല. അതാ റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? ഇവിടെയുള്ള ആളുകൾ എന്നെ ആട്ടിപ്പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അതിനർത്ഥം ആട്ടിപ്പുറത്താക്കുന്നത് വരെ അവിടെ നിൽക്കാം, അവിടെ തന്നെ താമസിക്കാം, അവിശ്വാസികളുടെ കൂടെ തന്നെ ജീവിക്കാം, അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അവിടുന്ന് പോകാൻ പാടില്ല, അല്ലേ? ഇബ്നു ദുഗ്ന എന്ന് പറയുന്ന ഒരു അവിശ്വാസി, അദ്ദേഹം പറഞ്ഞു, ഞാൻ അഭയം തരാം താങ്കൾക്ക്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം അഭയം കൊടുത്തു. ആരാ അദ്ദേഹം? അവിശ്വാസിയാണ്. അവിശ്വാസികളായ ആളുകളുടെ സംരക്ഷണത്തിലായിരുന്നു അന്ന് പല വിശ്വാസികളും ജീവിച്ചിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരുടെ സംരക്ഷണത്തിലായിരുന്നു? വലീദ് ബിൻ മുഈറ എന്ന അവിശ്വാസിയുടെ സംരക്ഷണത്തിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. അപ്പം ഇവരൊക്കെയും, ഈ പ്രവാചകനാവട്ടെ, സഹാബികളാകട്ടെ, അക്കാലത്തെ മറ്റു വിശ്വാസികളാകട്ടെ, അവരൊക്കെയും ഈ അവിശ്വാസികളായ ആളുകളുടെ സംരക്ഷണത്തിന് കീഴിൽ തന്നെ താമസിച്ചു. അപ്പം അതിനർത്ഥം അവിശ്വാസികളുടെ കൂടെ ജീവിക്കാൻ ഇസ്ലാമിൽ യാതൊരു തടസ്സമില്ല. അവിശ്വാസികളുടെ കൂടെ ജീവിക്കാൻ ഇസ്ലാമിൽ യാതൊരു തടസ്സമില്ല.
എപ്പോഴാണ് തടസ്സം വരുന്നത്? അവർ മതപരമായ വിഷയത്തിൽ നിങ്ങളെ പുറത്താക്കുമ്പോൾ. ഇനി നോക്കൂ നിങ്ങൾ, സൂറത്ത് മുംതഹിനയുടെ ഇത് 1-ാമത്തെ ആയത്താണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. കുറച്ചങ്ങോട്ട് പോയി 8-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ, ലാ യൻഹാകുമുല്ലാ, അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല, അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, മതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരോടും മതപരമായ വിഷയത്തിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാത്തവരോടും, അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, അവരോട് നല്ല നിലയിൽ വർത്തിക്കുന്നതിനും അവരോട് നീതിയോടുകൂടി പെരുമാറുന്നതിനും അള്ളാഹു നിങ്ങളെ ഒരിക്കലും നിരോധിക്കുന്നില്ല. കൃത്യമാണ് ഖുർആന്റെ വചനം, ഒരു വിശദീകരണം ആവശ്യമില്ല. നിങ്ങളെ വീട്ടിൽ നിന്ന് മതത്തിൻ്റെ പേരിൽ പുറത്താക്കാത്തൊരു സമൂഹത്തിൽ നിങ്ങൾ ജീവിക്കുമ്പം അവരോട് നിങ്ങൾക്ക് നല്ല നിലക്ക് പെരുമാറാം. അൻ തബറൂഹും, അവരോട് എല്ലാ നന്മകളുമായി നിങ്ങൾക്ക് വർത്തിക്കാം, എല്ലാ സ്നേഹബന്ധങ്ങളും ആ നിലക്ക് നിങ്ങൾക്ക് തുടരാം, എല്ലാ നന്മകളും അവർക്ക് ചെയ്തു കൊടുക്കാം. അവർ വല്ല നന്മകളും ഇങ്ങോട്ട് തരികയാണെങ്കിൽ അതും സ്വീകരിക്കാം. നീതിയോടുകൂടി അവരോട് പെരുമാറണം. ഒരു അനീതിയും അവരോട് ചെയ്യാൻ പാടില്ല. അവിശ്വാസികളാണ് എന്നതിൻ്റെ പേരിൽ ഒരു അനീതിയും പാടില്ല. മാനുഷികമായ ബന്ധങ്ങളൊക്കെയും പവിത്രമായി തന്നെ സൂക്ഷിക്കണം എന്ന് കൃത്യമായിട്ട് ഖുർആൻ പഠിപ്പിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, തീർച്ചയായിട്ടും അള്ളാഹു നീതി പാലിക്കുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം നിങ്ങൾ നീതിമാന്മാരാവുക. അവിശ്വാസികളാണ് എന്ന് വിചാരിച്ച് അവരോട് അനീതി ചെയ്യാൻ പാടില്ല. അവരെ വിട്ട് നിങ്ങൾ ഓടിപ്പോരാൻ പാടില്ല. അവരെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ സംരക്ഷിക്കാതിരിക്കാനും പാടില്ല. അവർ വല്ലതും നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ അത് സ്വീകരിക്കാതിരിക്കാൻ പാടില്ല. അവർ നിങ്ങൾക്ക് വല്ലതും കൊടുക്കേണ്ട വന്നാൽ നിങ്ങൾ കൊടുക്കുന്നതിനും കുഴപ്പമില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ മന്ത്രിയായി. ഈജിപ്തിലെ മഹാഭൂരിപക്ഷവും അവിശ്വാസികളാണ്. ഈജിപ്തിലെ ആ കാലത്തെ മഹാഭൂരിപക്ഷവും അവിശ്വാസികളാണ്. ഭരണകൂടവും അവിശ്വാസികളാണ്. അങ്ങനെ അവിശ്വാസികളായ ഒരു നാട്ടിൽ, അവിശ്വാസികളുടേതായ ഒരു നാട്ടിൽ അവിശ്വാസികളായ രാജാവിൻ്റെ കീഴിൽ മന്ത്രിയായിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം വെറും മന്ത്രി മാത്ര അല്ല, ആ ഈജിപ്ത് എന്ന നാടിൻ്റെ 7 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന സുദീർഘമായ ഒരു പദ്ധതി നടപ്പിലാക്കി ഈജിപ്തിനെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു നാടാക്കി മാറ്റി അദ്ദേഹം. ഏറ്റവും അധികം പുരോഗതിയുള്ള സമ്പൽ സമൃദ്ധമായ ഒരു നാടാക്കി മാറ്റിയത് യൂസുഫ് നബി അലൈഹി സ്വലാമാണ്. അവിശ്വാസികളുടെ ഒരു നാടിന് വേണ്ടി ഇത്രമാത്രം പ്ലാൻ ചെയ്ത് അധ്വാനിക്കാൻ ഒരു വിശ്വാസിക്ക് പാടുണ്ടോ? ഉണ്ട് എന്നതിന് തെളിവാ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം. അപ്പം അങ്ങനെയുള്ളൊരു നാട്ടിൽ യൂസുഫ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെതായ പങ്ക് വഹിച്ചു. അങ്ങനെ അവിടെ ജീവിച്ചു. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും അവിശ്വാസികൾ വളരെ പ്രയാസപ്പെടുത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെ ഭക്ഷണം പോലും കൊടുക്കാത്ത അവസ്ഥയുണ്ടായി. അവരെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു ഖുറൈശികൾ. അങ്ങനെ അവർ ബഹിഷ്കരിക്കാൻ വേണ്ടി ഒരു ബഹിഷ്കരണ കരാറുണ്ടാക്കി, എഴുതിയുണ്ടാക്കി. എന്നിട്ട് അത് മക്കയിലെ പരിശുദ്ധമായ കഅബയിൽ കൊണ്ടുപോയി തൂക്കിട്ടു. അന്നത്തെ സ്വഭാവം അങ്ങനെയാണ്. ഏതെങ്കിലും ആൾക്കാരെ ബഹിഷ്കരിക്കണമെങ്കിൽ പേപ്പറിൽ എഴുതി അവിടെ അങ്ങനെ കൊണ്ടുപോയി തൂക്കിടും. അങ്ങനെ അവർ കൊണ്ടുപോയി തൂക്കിട്ടു. അങ്ങനെ ആ തൂക്കിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഇവരെ ബഹിഷ്കരിച്ചു, പ്രവാചകനെയും സഹാബത്തിനെയും. വെള്ളം പോലും കൊടുക്കാത്ത രീതിയിൽ അവരെ ഒറ്റപ്പെടുത്തി. അങ്ങനെ ഷെയ്ബു അബി താലിബ് എന്ന താഴ്വരയിൽ പ്രവാചകനും സഹാബത്തും മാസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വന്നു. അവരുടെ കരച്ചിൽ കിലോമീറ്ററുകൾക്കപ്പുറം വരെ കേൾക്കാമായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അത്രക്ക് ക്രൂരമായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും അവർ പീഡിപ്പിച്ചു കൊണ്ടിരുന്നു, അല്ലേ? എന്നിട്ട് പ്രവാചകനെ സംരക്ഷിച്ചതാരാ? മുസ്ലിങ്ങളാ? അല്ല. അവരിൽ തന്നെയുള്ള ഈ ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുറൈശി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവിശ്വാസികളിൽപ്പെട്ട ഒരു പറ്റം ചെറുപ്പക്കാർ വന്നു. അവർ പറഞ്ഞു, ഈ അനീതി ഞങ്ങൾ പൊറുക്കില്ല. അദ്ദേഹം വിശ്വാസിയായി എന്നതിൻ്റെ പേരിൽ ഒരു വിഭാഗത്തെ എങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് മക്കയിൽ തൂക്കിയിട്ടിട്ടുള്ള കഅബയിൽ തൂക്കിയിട്ട ആ കടലാസ് ഞങ്ങൾ ഇതാ കീറാൻ പോകുന്നു എന്ന് പറഞ്ഞ് 4-5 ആളുകൾ, യുവാക്കൾ മുന്നോട്ട് വന്നപ്പോൾ നിവൃത്തിയില്ലാതെ അവർ പിൻവലിക്കാനുണ്ടായത്. അപ്പം സംരക്ഷിച്ചതാരാ? വിശ്വാസികൾ തന്നെയാണ്. സംരക്ഷിച്ചതും വിശ്വാസികൾ തന്നെയാണ്. ആക്രമിച്ചതും അവിശ്വാസികൾ തന്നെ. അതേസമയത്ത് സംരക്ഷിച്ചതും അവിശ്വാസികൾ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഭാഗത്തിൻ്റെ സംരക്ഷണം ആവശ്യമെങ്കിൽ മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കുന്നതിനും കുഴപ്പമില്ല എന്നാണ്. കാരണം എന്താ? അവിശ്വാസികളായ സമൂഹം വല്ല സഹായവും നമുക്ക് വാഗ്ദാനം ചെയ്താൽ ആ സഹായം സ്വീകരിക്കാൻ ഇസ്ലാമിൽ ഒരു തടസ്സവുമില്ല. അവർക്ക് അങ്ങോട്ട് വല്ല സഹായം ചെയ്തു കൊടുക്കാൻ ഒരു തടസ്സവുമില്ല എന്ന് ഈജിപ്തിൽ നിന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം മനസ്സിലാക്കിയാലും കാണാൻ സാധിക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നതിനൊരു കുഴപ്പമില്ല. ഇനി നോക്കൂ നിങ്ങൾ, അബൂ താലിബ് മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന അഭയം നഷ്ടപ്പെട്ടപ്പോൾ പ്രവാചകൻ ത്വായിഫിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്തിന്?
മതപരമായി വിശ്വസിക്കാനുള്ള അവകാശത്തിന് വേണ്ടി അഭയം തേടി ത്വായിഫിലേക്ക് പോയി. ത്വായിഫ് ആരാ നേരം ഭരിച്ചിരുന്നത്? ത്വായിഫിലെ ആളുകൾ ആരാ? അവിശ്വാസികളായ ത്വായിഫിലേക്കാണ്, അവിശ്വാസികളുടെ നാടായ ത്വായിഫിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. പക്ഷെ അവർ സംരക്ഷണം കൊടുത്തില്ല. അവിടുന്ന് അവർ ആട്ടിയോടിച്ചു, അല്ലേ? കുട്ടികളെ കൊണ്ട് എറിഞ്ഞു, പ്രവാചകനെ വേദനിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിയിൽ പ്രവാചകൻ വീണ്ടും ഒരു തോട്ടത്തിൽ അഭയം തേടി. ആരതായിരുന്നു ആ തോട്ടം? ഉത്ബ, ഷൈബ എന്നീ 2 സഹോദരന്മാർ. അവരും അവിശ്വാസികളാണ്. ആ 2 അവിശ്വാസികളായ സഹോദരന്മാരുടെ തോട്ടത്തിൽ ആ പ്രവാചകൻ നിന്നത്, അഭയം തേടിയത്. അങ്ങനെ പ്രവാചകൻ അവിടെ നിന്ന് വിശന്ന് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉത്ബയും ഷൈബയും കണ്ടപ്പോൾ ഒരു കുല മുന്തിരി അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തേക്കുക. ആര്? അവിശ്വാസികൾ. ആരുടെ കയ്യിലാണ് കൊടുത്തേക്കുന്നത്? ക്രിസ്ത്യാനിയായ അവരുടെ ഭൃത്യന്റെ കയ്യിലാണ് കൊടുത്തേക്കുന്നത്. അതും അവിശ്വാസികളാ. ഇങ്ങനെ നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം ഇങ്ങനെ പരിശോധിച്ചാൽ അവിശ്വാസികളുടെ സഹായം ഒരുപാട് സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? വീണ്ടും നമ്മൾ മുന്നോട്ട് പോയാൽ വീണ്ടും നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകാൻ തീരുമാനിക്കുക. മക്കയിൽ നിന്ന് പ്രയാസം സഹിക്കാൻ കഴിയാതെ, ദുരിതം സഹിക്കാൻ കഴിയാതെ സഹാബത്തിന് നേരെ അവിശ്വാസികളുടെ ആക്രമണങ്ങൾ വല്ലാതെ വർദ്ധിച്ചപ്പോൾ അങ്ങനെ സാഹചര്യം ആലോചിച്ച് നോക്കണം. അവിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു, തലക്ക് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രവാചകനെ ആരെങ്കിലും കാണിച്ചു തന്നാൽ അവർക്ക് സാമ്പത്തിക സഹായം അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഏറ്റവും ഭീഷണമായ ഒരു ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുക, ഹിജ്റ പോവുക. ആരാ കൂടെയുള്ളത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പോലും വളരെ രഹസ്യമായിട്ട് മാത്രം ആ പ്രവാചകൻ ആ വിവരം പറഞ്ഞത്. എന്ത്? ഈ വിഷയം ചോർന്നു പോയാൽ ശത്രുക്കളുടെ പദ്ധതി എങ്ങാനും ജയിച്ചു പോകും, പ്രവാചകന്റെ പദ്ധതി പരാജയപ്പെട്ടു പോകാൻ ഇടയുണ്ട് എന്നതുകൊണ്ട് പ്രവാചകൻ വളരെ രഹസ്യമായിട്ട് ആ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരാ സംരക്ഷണം കൊടുക്കുന്നതും ആരാ വഴി കാണിച്ചു കൊടുക്കുന്നതും? ആരാ വഴി കാണിക്കുന്നത്? ആ യാത്രയിൽ ഏത് ഘട്ടമേതാ? ശത്രുക്കൾ കാത്തിരിക്കുന്ന ഘട്ട. ആ ശത്രുക്കൾ സാമ്പത്തിക സഹായം വരെ കൊടുക്കാൻ തയ്യാറായി പ്രവാചകന് തലക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ പ്രവാചകൻ കൂടെ കൂട്ടുന്നത് ആരെയാ? അബ്ദുല്ലാഹി ബിൻ ഉറൈഖത്ത് എന്ന് പേരുള്ള ഒരു അവിശ്വാസിയെയാണ്. ഒരു പ്രശ്നം ഉണ്ടായില്ല പ്രവാചകന്. അവിശ്വാസിയുടെ സഹായം അപ്പോഴെങ്കിലും സ്വീകരിക്കാതിരിക്കണമെന്ന് പ്രവാചകൻ ചിന്തിച്ചില്ല. കാരണം അവിശ്വാസികളെ അങ്ങനെ ബഹിഷ്കരിക്കേണ്ടതല്ല എന്നാ പറയുന്ന അർത്ഥം. അവരുടെ സഹായം സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല, അല്ലേ? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്യോപ്യയിലേക്ക് സഹാബികളെ ഹിജ്റക്ക് പറഞ്ഞയച്ചു. ആദ്യം മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ആരാ ഭരിച്ചിരുന്നത്? നജ്ജാശി എന്ന രാജാവാ. അദ്ദേഹം ആരാണ്? അദ്ദേഹം അവിശ്വാസിയാണ്. അവിശ്വാസിയായ നജ്ജാശിയുടെ അടുത്തേക്ക് പോകുമ്പോൾ പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ട് പോവുക, അവിടെ നീതിമാനായ ഭരണാധികാരിയാണ് ഉള്ളത് എന്നാ. അവിടെ നീതിമാനായ ഒരു ഭരണാധികാരിയുണ്ട്, അവർ നിങ്ങളെ സംരക്ഷിക്കും, അതുകൊണ്ട് നജ്ജാശിയുടെ അടുത്തേക്ക് പോയിക്കോളൂ എന്നാ. അങ്ങനെ അവിടെ വെച്ചുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. നജ്ജാശി മുസ്ലിങ്ങൾക്ക് അഭയം കൊടുത്തു. ഇതിൽ പ്രകോപിതരായ ഖുറൈശികൾ അവിടെ ചെന്നു. നജ്ജാശിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മുസ്ലിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞേക്കണം, അവർ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി പോന്നവരാ, ഞങ്ങളുടെ മതത്തെ കുറ്റം പറഞ്ഞ് അവർ പോന്നവരാണ്. നജ്ജാശി മുസ്ലിങ്ങളെ വിളിച്ചു, എന്താ നിങ്ങളുടെ വിശ്വാസം? അതിനെക്കുറിച്ച് സംസാരിച്ചു. നജ്ജാശിക്ക് വലിയ അത്ഭുതമായി. അദ്ദേഹം വിശ്വാസിയായി മാറുന്ന ഘട്ടം നമ്മൾ പിന്നെ ചരിത്രത്തിൽ കാണുന്നത്. അദ്ദേഹത്തിന് പോലും വിശ്വാസം വന്നു. അങ്ങനെ അവിശ്വാസികളായ സമൂഹത്തിലേക്ക് പോകുന്നതിനും അവിടെ സംരക്ഷണം സ്വീകരിക്കുന്നതിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു തടസ്സവും കണ്ടില്ല. ഇനി നോക്കൂ നിങ്ങൾ, അതിനേക്കാളും അപകടകരമായ ഒരു സന്ധി വേറെയുണ്ട്. ഖൈബർ യുദ്ധം നടന്നു. ഖൈബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരായ ഒരു വിഭാഗത്തോട് നടത്തിയ ഖൈബർ യുദ്ധം. ആ ജൂതന്മാരിൽ അങ്ങനെ ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ജയിച്ചു, ജൂതന്മാർ പരാജയപ്പെട്ടു. ജൂതന്മാർ പരാജയപ്പെട്ട പിന്നെ അവർ ശത്രുക്കളാണെന്ന് എനിക്ക് സംശയമില്ലല്ലോ. പരാജയപ്പെട്ട ജൂതന്മാരിൽപ്പെട്ട ഒരു സ്ത്രീ, സൈനബ് എന്നു പേരുള്ള ഒരു സ്ത്രീ പ്രവാചകന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. നമ്മൾ കഴിക്കുമോ? നമ്മളെ നാട്ടിൽ ഒരു VIP വന്നാൽ അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന ഭക്ഷണം എത്ര പ്രാവശ്യം മറ്റുള്ളവർ രുചിച്ചു നോക്കിയിട്ടാ കഴിക്കുക? കാരണം എന്താ? അത്ര സുരക്ഷിതത്വം നോക്കൂല ഏത് കാര്യത്തിലും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഖൈബർ വേളയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അവിശ്വാസിയാണ്. ആ അവിശ്വാസി കൊടുത്ത ഭക്ഷണം പ്രവാചകൻ വായയിലേക്ക് വെച്ചു. കൂടെ ഉണ്ടായിരുന്ന സഹാബികളും വായയിലേക്ക് വെച്ചു. സഹാബിയെ ഇറക്കി. പ്രവാചകൻ അപ്പം തന്നെ അള്ളാൻ്റെ കൽപ്പനയുണ്ടായി, ഇതാ അപകടമാണ്, ഇറക്കണ്ടെന്ന് പറഞ്ഞു, അല്ലേ? ആ സഹാബി അപ്പം തന്നെ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വായക്ക് തുപ്പി. പ്രവാചകനൊന്നും സംഭവിച്ചില്ല, അല്ലേ? ഖൈബറിൽ വെച്ച് ആ സംഭവം ഉണ്ടായപ്പോൾ റസൂലുള്ള സൈനബ് വിളിച്ച് ചോദിച്ചു, അല്ല സൈനബ്, എന്തിനാ ഞങ്ങളോട് ഇത് ചെയ്തത്? എന്തിനാണ് നീ ഇത് ചെയ്തത്? അവൾ പറഞ്ഞ മറുപടി, നിങ്ങൾ എൻ്റെ ഉപ്പയെയും എൻ്റെ സഹോദരന്മാരെയും ഒക്കെ നിങ്ങൾ കൊന്നിട്ടുണ്ട്.
അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ചതിക്കാൻ പാടുണ്ടായിരുന്നോ? അപ്പോൾ അവർ പറഞ്ഞ മറുപടി, എനിക്കറിയാമായിരുന്നു പ്രവാചകനാണെങ്കിൽ നിങ്ങൾക്കിത് പറ്റൂല എന്നുള്ളത്. പ്രവാചകനാണെങ്കിൽ നിങ്ങൾക്ക് ഈ അപകടം പറ്റൂല എന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ അതുകൂടി പരിശോധിക്കാൻ വേണ്ടി ചെയ്തതാന്നാ മറുപടി പറഞ്ഞത്. അപ്പം എന്ന് പറഞ്ഞാൽ എന്താ, ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അവനവൻ്റെ ജീവൻ പോലും സംശയത്തിൽ നിൽക്കുന്ന, അപകടത്തിൽ നിൽക്കുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അവിശ്വാസികളായ നല്ലവരുടെ സഹായം, അവിശ്വാസികളായ സമൂഹത്തിൻ്റെ സഹായം അത് സ്വീകരിക്കുന്നതിന് വ്യക്തിപരമായോ സാമൂഹ്യമായോ മുസ്ലിങ്ങൾക്കൊരു തടസ്സവുമില്ല. മാത്രമല്ല അത് ആ സമയത്ത് അത്യാവശ്യമായി സ്വീകരിക്കേണ്ട കാര്യവുമാണ് എന്നാണ് അല്ലേ. ഇനി പ്രവാചകൻ മദീനയിൽ വന്ന സമയത്ത് എന്താ, മദീനയിൽ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തത് എന്താ, അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളുമായൊക്കെ കരാറുണ്ടാക്കുകയാണ് പ്രവാചകൻ ചെയ്തത്. കാരണം അതും അവിശ്വാസികളുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം ഇതിങ്ങനെ പോയ ഒരുപാട് സുദീർഘമായി പറയാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ചരിത്രത്തിൽ ഇങ്ങനെയുള്ള 100 കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാത്തവരും ഇതിനൊക്കെ ദുർവ്യാഖ്യാനിച്ചുമാണ് എന്ത് പറയുന്നത്, അവിശ്വാസികളോട് ചിരിക്കാൻ പാടില്ല, അവിശ്വാസികളോട് മിണ്ടാൻ പാടില്ല, അവിശ്വാസികളുമായി യാതൊരു ബന്ധവും പാടില്ല എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും ഇല്ലാതാക്കി തൃണവൽഗണിച്ചുകൊണ്ട് അവനവനുണ്ടാക്കിയിട്ടുള്ള ഒരു ആദർശത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാനും ഇസ്ലാമിൻ്റെ മുഖച്ഛായ നശിപ്പിക്കാനും വേണ്ടിയാകുന്നു എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. ഇനി വേറൊരു ആയത്തുണ്ട്, സാധാരണയായിട്ട് ഒരു വ്യാഖ്യാനിക്കുന്ന ആയത്ത്. അതേതാ, സൂറത്തു നിസായിലെ 97-ാമത്തെ ആയത്ത്. സൂറത്തു നിസായിലെ 97-ാമത്തെ ആയത്ത് അവിടെ ഒരു സംഭവം പറയുന്നുണ്ട്. ഏതാ സംഭവം? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റത്തെ പ്രയാസമുണ്ടായി, മതപരമായ പീഡനങ്ങളുണ്ടായി. അങ്ങനെ മക്കയിൽ നിന്ന് വിശ്വാസികൾ ഒന്നടങ്കം മദീനയിലേക്ക് പലായനം ചെയ്തു, ഹിജ്റ പോയി. ആ ഹിജ്റ പോകാനുള്ള നിർബന്ധം എന്താ, മക്കയിൽ മുസ്ലിങ്ങളായിട്ട് ജീവിക്കാൻ കഴിയില്ല. അവിശ്വാസികൾ അവിടെ ഉണ്ട് എന്നല്ല കാരണമല്ല, മുസ്ലിങ്ങളായിട്ട് അവിടെ ജീവിക്കാൻ അവർ സമ്മതിക്കൂല, ഭക്ഷണം കൊടുക്കാൻ സമ്മതിക്കൂല, പ്രവാചകനെയും സഹാബത്തിനെയും അവർ ബഹിഷ്കരിച്ചു. അങ്ങനെ വളരെ പ്രയാസകരമായൊരവസ്ഥ വന്നപ്പം അങ്ങേയറ്റത്തെ സങ്കടത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാജ്യത്തോട് വിട ചോദിക്കുകയാണ്. അങ്ങനെ മദീനയിലേക്ക് പോവുക. മദീനയിലേക്ക് പോകുമ്പോൾ അപ്പം എന്ത് നിർബന്ധമുണ്ട്, എല്ലാവരും ഹിജ്റ പോകൽ നിർബന്ധമാണ്. കാരണം മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ മക്കയിൽ കഴിയാത്തതുകൊണ്ടാണ് മദീനയിലേക്ക് പോണത്. അതുകൊണ്ട് ആ വിശ്വാസികൾ ഒന്നാകെ എന്ത് ചെയ്യണം, ഹിജ്റ പോകൽ നിർബന്ധമാണ്. അപ്പം ചില ആൾക്കാർക്ക് തോന്നി, അങ്ങനെ ഒരു നിർദ്ദേശം പ്രവാചകൻ പറയുമ്പോൾ ചിലർക്ക് തോന്നി, അങ്ങനെയായാൽ നമ്മളെ കുടുംബക്കാരായിട്ടുള്ളൊക്കെ ബന്ധം മുറിഞ്ഞു പോകും, അങ്ങനെയായാൽ നമ്മളെ കച്ചവടത്തിലൊക്കെ നഷ്ടം വന്നു പോകും, അതുകൊണ്ട് നമ്മുടെ ഈ മക്കത്തെ സാമ്പത്തിക അവസ്ഥ നഷ്ടപ്പെട്ടു പോകും, അവിടുത്തെ കച്ചവടവും വ്യവസായവും ഒക്കെ ഇല്ലാതായി പോകും, അതുകൊണ്ട് ഞങ്ങളാരും ഹിജ്റക്ക് പോകണ്ട എന്നവർ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് ആൾക്കാർ ഹിജ്റ പോയില്ല. കുറച്ച് വിശ്വാസികൾ ഹിജ്റ പോയില്ല, അവർ അവിശ്വാസികളുടെ കൂടെ തന്നെ താമസിച്ചു. കൂടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസികളായിട്ടല്ല അവർ താമസിക്കുന്നത്, വിശ്വാസം ഹൃദയത്തിനുള്ളിൽ സൂക്ഷിച്ച് അവിശ്വാസികളെ പോലെ അവർ ജീവിച്ചു. കാരണം വിശ്വാസികളായി ജീവിച്ചാൽ അവർ ഓല് പുറത്താക്കാതിരിക്കാൻ വിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ട് അവർ അവിശ്വാസികളെ പോലെ ജീവിച്ചു. അങ്ങനെ ബദർ യുദ്ധം ഉണ്ടായി. ബദർ യുദ്ധമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള ഖുറൈശികൾക്കെതിരെ പ്രവാചകൻ യുദ്ധത്തിന് വരുന്നു. പ്രവാചകനെതിരെയുള്ള സൈന്യത്തിന് ശക്തി കൂട്ടാനും ആൾബലം കാണിക്കാനും വേണ്ടി മക്കയിലെ മുശ്രിക്കീങ്ങൾ ഇവരെ കൂടി കൂട്ടി. ഇവർക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയാൻ പറ്റൂല, കാരണം എന്താ, ഇവർ വിശ്വാസികളായിട്ടല്ല അവിടെ ജീവിക്കുന്നത്, അവിശ്വാസികളെ പോലെ ജീവിക്കുക. അതുകൊണ്ട് അവരെയും നിർബന്ധിച്ചിട്ട് ഈ ശത്രുക്കൾ യുദ്ധത്തിൽ കൊണ്ടുവന്നു. സ്വാഭാവികമായി യുദ്ധം തുടങ്ങിയാൽ എന്താ ഉണ്ടാകുക, യുദ്ധം തുടങ്ങിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പേറും എല്ലാം ഉണ്ടായപ്പോൾ ഇപ്പറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാർ മരിച്ചു. അഥവാ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ടെങ്കിലും അവിശ്വാസത്തോടുകൂടി പ്രകടമായ അവിശ്വാസം കാണിച്ച് അവർക്കിടയിൽ ചടഞ്ഞുകൂടിയിരുന്ന് മതപരമായ എല്ലാ ചിഹ്നങ്ങളും മൂടിവെച്ച് ആരാധനകളൊക്കെ വേണ്ടെന്ന് വെച്ച് എന്നാൽ വിശ്വാസം ഉള്ളിൽ സൂക്ഷിച്ച് ജീവിച്ച ഈ ആളുകളും മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്നു അവരുടെ അടുത്ത്. എന്നിട്ട് മലക്കൾ അവരോട് ചോദിക്കുന്ന ചോദ്യം ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇന്നല്ലദീന തവഫാഹുമുൽ മലായിക ളാലിമീ അൻഫുസിഹിം, സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തിട്ടുള്ള ആളുകൾ, ആ ആളുകളുടെ മരണസമയത്ത് അവരെ മലക്കുകൾ അവരെ ഏറ്റെടുക്കാൻ പോകുന്ന, അവരുടെ ആത്മാവിനെ മലക്കുകൾ പിടിച്ചെടുക്കാൻ പോകുന്ന സമയത്ത് മലക്കുകൾ അവരോട് ചോദിക്കുന്നു, കാലൂ ഫീമ കുന്തും, കാലു അവർ ചോദിക്കുകയാണ്, മലക്കുകൾ ചോദിക്കുകയാണ്, ഫീമ കുന്തും, എന്ത് നിലപാടാ നിങ്ങൾ സ്വീകരിച്ചത്, എന്ത് പണിയാ ചങ്ങാതിമാരെ നിങ്ങൾ ചെയ്തത്, എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലവും സഹാബത്തുമൊക്കെ മദീനയിലേക്ക് പലായനം ചെയ്യുമ്പം ഹൃദയത്തിൽ വിശ്വാസമുള്ള നിങ്ങളും കൂടെ കൂടേണ്ടിയിരുന്നില്ലേ, എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയി എന്നാ. ഫീമ കുന്തും, അപ്പൊ അവർ പറഞ്ഞു, കാലൂ കുന്നാ മുസ്തദ്ഇഫീന ഫിൽ അർദ്, ഞങ്ങൾ ഭൂമിയിൽ ദുർബലരായി പോയി.
അവരെ മറുപടി അതാ, ഞങ്ങൾക്കൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല, അവരൊക്കെയും ഞങ്ങളെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് കൂടെ പോകേണ്ടി വന്നു. കാരണം ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങൾ കൂടെ വരില്ല എന്ന് പോലും പറയാനുള്ള നട്ടല് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, ഞങ്ങൾ അങ്ങേയറ്റം ദുർബലരായിപ്പോയി. അപ്പോൾ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ പറ്റാഞ്ഞിട്ടും അവിടെ ചടഞ്ഞുകൂടി സമ്പത്തും ദുനിയാവും ആഗ്രഹിച്ച് ഞങ്ങൾ നിന്നുപോയി. അങ്ങനെ അവരുടെ കുറ്റം അവരേറ്റു പറയാ. അപ്പം മലക്കുകളുടെ ചോദ്യം, ഖാലൂ വലം തകുൻ അർളുല്ലാഹി വാസിആ, അല്ല കൂട്ടരെ, അള്ളാഹിന്റെ ഭൂമി എത്ര വിശാലമായിരുന്നു. അള്ളാഹുവിന്റെ ഭൂമി എന്ന് പറഞ്ഞാൽ ഈ മക്കയായിരുന്നോ? അള്ളാഹുവിന്റെ ഭൂമി എന്ന് പറഞ്ഞാൽ ഈ അറേബ്യ മാത്രമാണോ? അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? ഫതുഹാജിറൂ ഫീഹാ, നിങ്ങൾക്ക് ഹിജ്റ പോയി കൂടായിരുന്നോ? കേട്ടോ, അപ്പോൾ ഹിജ്റ പോയാൽ നിർബന്ധമാണ്. ഇത് വെച്ചിട്ട് പറയാ എന്ത്, അവിശ്വാസികളുടെ നാട്ടിൽ ഹിജ്റ പോയാൽ നിർബന്ധ, അവിശ്വാസികളുടെ നാട്ടിൽ വെച്ച് മരിച്ചാൽ സ്വർഗം കിട്ടൂല. ഏതായത്ത് വെച്ചിട്ടാ പറഞ്ഞത്? ഈ ആയത്ത് വെച്ചിട്ടാ. ഈ സന്ദർഭം ഏതാ? ഈ സന്ദർഭം ആ സമയത്ത് ഹിജ്റ നിർബന്ധമുള്ളൊരു സന്ദർഭം. കാരണം അവിശ്വാസികളായിട്ട് അല്ലാണ്ട് അവിടെ ജീവിക്കാൻ കഴിയൂല. വിശ്വാസികളായിട്ട് ആ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കാത്തൊരു ഘട്ടം വന്നപ്പോൾ ആ ഘട്ടത്തിൽ, അഥവാ അതിന് പറയാം ദാറുൽ ഹർബ് എന്ന ശത്രു രാജ്യം, യുദ്ധം നിലനിൽക്കുന്ന രാജ്യ, അവിടുന്ന് പോകാനാ പറഞ്ഞത്. അല്ലാതെ ഇന്ത്യ പോലുള്ളൊരു സമാധാനം നിൽക്കുന്ന രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് ഹിജ്റ പോകണമെന്ന് ഇസ്ലാം എവിടെയും കൽപ്പിച്ചിട്ടില്ല. കാരണം മതസ്വാതന്ത്ര്യമുള്ളൊരു നാട്, മുസ്ലിങ്ങൾക്ക് വേണ്ടത് മതപരമായ സ്വാതന്ത്ര്യ, മതപരമായി ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുള്ളൊരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോകാൻ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പം ഹറാമായ കാര്യം തിന്നാൻ നിർബന്ധിക്കുന്ന ഒരു രാജ്യം, നിങ്ങൾ തിന്നില്ലെങ്കിൽ നിവൃത്തിയില്ല, ഹറാമ് നാട്ടിലുണ്ടാവും, പക്ഷെ അത് മുസ്ലിങ്ങൾ ഉപയോഗിച്ചേ പറ്റൂ എന്നൊരു നിയമം വരിക. ആ രീതിയിലുള്ള പ്രയാസപ്പെടുത്തലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് പ്രസക്തിയുള്ളൂ എന്നാണ്, അല്ലേ? അതിപ്പോൾ പോകുന്നത് എങ്ങോട്ടാ പോകുന്നത്? ഇത്ര പോലും മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്ഥലത്തേക്കാ. മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പകുതി സ്വാതന്ത്ര്യം പോലും മുസ്ലിങ്ങളായി ജീവിക്കാൻ പറ്റാത്ത വിധം സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട നാട്ടിലേക്ക്, അഭയമില്ലാത്ത നാട്ടിലേക്ക്, സംരക്ഷണമില്ലാത്ത നാട്ടിലേക്ക് ചില ആളുകൾ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനവും പറഞ്ഞ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. സത്യത്തിൽ അതെന്താ? മതപരമായ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാ, അല്ലെ? ഇവിടെയാണ് നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ ആ കാര്യം പരിഗണിക്കേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളെപ്പോലെയുള്ള വലിയ മനുഷ്യന്മാർ, നല്ല മനുഷ്യന്മാരൊക്കെ നാട് വിട്ടു പോവുകയാണോ? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, ഇവിടെ ജീവിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല, മുസ്ലിമായി ജീവിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞപ്പം ഇബ്നു ദുഗന പറഞ്ഞു, എങ്കിൽ ഞാൻ സംരക്ഷണം തരാം, ഞാൻ സംരക്ഷണം തരാം. സംരക്ഷണം കൊടുത്തപ്പം ഖുറൈശികൾ പ്രശ്നമുണ്ടാക്കി. ഖുറൈശികൾ ഇബ്നു ദുഗനൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അങ്ങനെ കൊടുക്കാൻ പറ്റൂല, അദ്ദേഹം കൊണ്ടുവന്ന പുതിയ മതം നമ്മുടെ പഴയ മതത്തെ ഇല്ലാതാക്കുന്ന മതമാണ്, അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാൻ പറ്റൂല. അങ്ങനെ അവസാനം സന്ധിയിലാക്കി. എന്താ തീരുമാനം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ഖുർആൻ ക്ലാസ് എടുക്കാൻ പാടുള്ളൂ, വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ഖുർആൻ പാരായണം ചെയ്യാൻ പാടുള്ളൂ, പുറത്തേക്ക് ഇറങ്ങി ആരോടൊന്നും പറയാൻ പാടില്ല. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ സമ്മതിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു ആളുകൾ ഇങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുർആൻ കേട്ടിട്ട് നാട്ടിൻ്റെ ഭാഗത്തു നിന്നും സ്ത്രീകളും കുട്ടികളൊക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങി. അവസാനം ഖുറൈശിക്ക് അതും വലിയ പ്രയാസമായി. അപ്പോൾ അവർ മനസ്സിലാക്കി ഇവരെ താമസിപ്പിക്കാൻ പറ്റൂല. വീണ്ടും ഇബ്നു ദുഗനൻ്റെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു തീരെ ശരിയാവില്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ഇബ്നു ദുഗന പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ ആൾക്കാരെന്നെ വന്ന് ഇങ്ങനെ പറയുന്നത് എന്താ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അള്ളാഹിൻ്റെ സംരക്ഷണം മതി, എനിക്ക് അള്ളാഹിൻ്റെ സംരക്ഷണം മതി, നിങ്ങൾ പിൻവലിച്ചേക്കൂ എന്ന് പറഞ്ഞു. നിങ്ങളുടെ സംരക്ഷണം നിങ്ങൾ പിൻവലിച്ചേക്കൂ, എനിക്ക് അള്ളാഹ് എന്നെ സംരക്ഷിച്ചോളൂ എന്ന്. അപ്പോൾ ഇബ്നു ദുഗന ഖുറൈശികളെ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താ? ഇതാ, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം, പക്ഷേ ഇദ്ദേഹം നിങ്ങളാളാണ്, നിങ്ങൾ മനസ്സിലായിക്കോളി എന്നാ പറയുന്നത്. നിങ്ങളുടെ ആളിൽപ്പെട്ട ആൾ തന്നെയാണല്ല, ഇദ്ദേഹം പുറത്തുനിന്ന് വന്ന ആളൊന്നുമല്ല, ഈ നാട്ടുകാരൻ തന്നെ ഇവിടെ ജീവിക്കേണ്ടതെന്ന് തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി എന്ന് പറഞ്ഞിട്ടാ ഇബ്നു ദുഗന ആ സംരക്ഷണം പിൻവലിച്ചത് എന്നാണ്. അപ്പം അങ്ങനെ അത്തരം ആളുകളുടെ സംരക്ഷണം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അത്തരം ഘട്ടങ്ങളിൽ അവർക്ക് ജീവിക്കുന്നതിനൊരു കുഴപ്പമില്ല എന്ന് പരിശുദ്ധ ഖുർആനിലും അതുപോലെ പ്രവാചകന്റെ ചരിത്രങ്ങളിലും നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അപ്പം ഇനി നമ്മൾ മനസ്സിലാക്കുന്ന ഈ സലഫികൾ എന്ന് പറയുന്നത്, മുജാഹിദുകൾ എന്ന് പറയുന്നത്, മുജാഹിദുകൾ ഒരു കാര്യം പറയുന്നത് പ്രവാചകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിച്ചോ അതുപോലെയാണ് മുജാഹിദുകൾ ജീവിക്കുന്നത്, സലഫികൾ ജീവിക്കുന്നത്. അവർ പ്രവാചകനെ കണ്ടാ മതം പഠിക്കുന്നത്, പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് അതാണ് അവരുടെ മതം, പ്രവാചകൻ എങ്ങനെയാണോ ജീവിച്ചത് അതാണ് അവരുടെ ജീവിത രീതി. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ അവിശ്വാസികളുടെ കൂടെ ജീവിച്ചത്? അതൊരു മാതൃകയാണ്. ആ മാതൃക മുസ്ലിങ്ങൾക്ക് ബാധകമായ മാതൃകയാണ്. ആ മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരാ സലഫികൾ. അവർക്ക് എങ്ങനെയാണ്
ഇപ്പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുക. IS ആകട്ടെ, അൽ-ഖയ്ദയാകട്ടെ, വേറെ ഏതെങ്കിലും തീവ്രവാദ പ്രസ്ഥാനങ്ങളാകട്ടെ, അവരോട് സഹകരിക്കാൻ ഒരു സലഫിക്കും സാധ്യമല്ല. കാരണം എന്താ? സലഫി പ്രവർത്തകരാവട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാകട്ടെ, അവർ സ്വീകരിക്കുന്നതും ആചരിക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചര്യയാണ്, പ്രവാചകന്റെ ചര്യയാണ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നത്. ഇങ്ങനെ ഇത്രമാത്രം പ്രവാചകൻ പഠിപ്പിച്ചിരിക്കെ അതിന് വിരുദ്ധമായ ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ സാധിക്കൂ? കഴിയില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം. സൂറത്തുൽ ബഖറയിൽ എന്താ പറയുക? വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ. അപ്രകാരം നാം നിങ്ങളെ ഒരു വസത്തായ സമൂഹമായി സൃഷ്ടിച്ചിരിക്കുകയാണ്. നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമാക്കി ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത്ത. വസത്തായ ഒരു സമൂഹമാണ് നിങ്ങൾ. നിങ്ങളൊരു മധ്യമ സമുദായമാണ്, നിങ്ങൾ ഉത്തമ സമുദായമാണ്. എന്താ നിങ്ങളുടെ പ്രത്യേകത? ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയായി ജീവിക്കാൻ വേണ്ടി. റസൂലുള്ളാഹി എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചത്, അതുപോലെ നിങ്ങൾ നാട്ടിൽ ജീവിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എങ്ങനെയൊക്കെ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടാണ് ജീവിച്ചത്, അതുപോലെ ബന്ധങ്ങൾ സ്ഥാപിച്ച് വേണം നിങ്ങൾ ജീവിക്കാൻ. പ്രവാചകൻ ഏത് രീതിയിലാണോ ജീവിച്ചത് അതുപോലെ നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് പ്രവാചകൻ മതം പഠിപ്പിച്ചു തന്നിരിക്കുക, ആ മതം നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാ. അതാ അള്ളാഹ് പറഞ്ഞത്. അള്ളാഹ് വിശ്വാസികളെ ഏൽപ്പിച്ചൊരു വലിയ ഉത്തരവാദിത്തം. പല മുഫസ്സിരീങ്ങളും ഈ ആയത്ത് വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞത്, അള്ളൊരു വലിയൊരു പരിഗണനയാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. എന്താ പരിഗണന? ഉമ്മത്തൻ വസത്തൻ എന്നൊരു പരിഗണന. നിങ്ങളൊരു ഉത്തമ സമുദായമാണ്, ഒരു മധ്യമ സമുദായമാണ് എന്ന് അള്ളാഹ് വിശ്വാസികളോട് പറയാ. അതിനർത്ഥം വലിയൊരു സ്ഥാനം അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്നു. അതിനർത്ഥം വലിയൊരു ഉത്തരവാദിത്വവും അവരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. ആ സ്ഥാനം മാത്രം കൊണ്ടുവന്നാൽ പോരാ, ഒരു ഉത്തരവാദിത്വവും കൂടി ഉണ്ട്. ആ ഉത്തരവാദിത്വം എന്താ? ആ ഉത്തരവാദിത്വമാണ് ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാവുക എന്നത്. നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സാക്ഷിയായി ജീവിക്കണം. അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ. ഈ ആയത്തിൻ്റെ അടുത്ത ഭാഗം എന്താ? അടുത്ത ഭാഗം നോക്കി നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ, മദീനയിൽ ചെന്ന ആദ്യഘട്ടത്തിൽ നമസ്കരിക്കാനും വേണ്ടി തിരിഞ്ഞു നിന്നിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്ക, ജൂതന്മാർ പവിത്രമായി കരുതിയിരുന്ന സ്ഥലം. അവിടേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്, സഹാബത്തും തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്. അപ്പം പ്രവാചകന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് ആഗ്രഹം? എനിക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയാൻ, പരിശുദ്ധ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ പറ്റിയാൽ നന്നായിരുന്നു എന്ന് പ്രവാചകൻ അത് മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചു നടന്നു. പക്ഷേ ആദ്യമൊന്നും അനുമതി കിട്ടിയില്ല. അങ്ങനെ അള്ളാഹ് അനുമതി കൊടുക്കുക. എന്തിനു കൊടുക്കുന്നത്? ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇനി തിരിഞ്ഞ് നമസ്കരിക്കേണ്ടതില്ല, ഇനി പരിശുദ്ധ കഅബക്ക് തന്നെ തിരിഞ്ഞോളൂ. ആ പറയുന്നത് രീതി എങ്ങനെയാണെന്നറിയോ? അവിടെ അള്ളാഹ് പറയുന്നത്, വമാ ജഅൽനൽ ഖിബ്ലത്തല്ലതി കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി. നാം ഇതുവരെയും താങ്കൾക്ക് ഏർപ്പെടുത്തി തന്നിരുന്ന ഈ ഖിബ്ലയുണ്ടല്ലോ, ആ ഖിബ്ലയെ തന്നെ അങ്ങനെ നിലനിർത്തിയത് ആരാണ് യഥാർത്ഥ വിശ്വാസികൾ, ആരാണ് പ്രവാചകനെ ശരിയായ രീതിയിൽ പിൻപറ്റുന്നവർ എന്ന് മനസ്സിലാക്കുന്നതിനും, ആരാണ് വന്ന പാടെ തന്നെ തിരിച്ച് അതേ മടമ്പിൻ കാല് കൊണ്ട് തന്നെ തിരിച്ചു പോകുന്നവർ ആരാണെന്ന് തിരിച്ചറിയുന്നതിനും വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ, മുസ്ലിമായിട്ട് വരികയും വിശ്വാസം ഉറയ്ക്കാതെ അള്ളാഹിൻ്റെ വല്ല നിർദ്ദേശം വരുമ്പോൾ തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ പോകുന്ന ഒരു അവസ്ഥയുള്ളവർ ആരാണ്, കപട വിശ്വാസികൾ ആരാണ്, യഥാർത്ഥ വിശ്വാസികൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാ ബൈത്തുൽ മുഖദ്ദസ് തന്നെ തിരിഞ്ഞു നിസ്കരിച്ചോളാൻ പറഞ്ഞത്. ഇപ്പം തിരിച്ച് കഅബയുടെ അടുത്തേക്ക് വാക്കിയത്. ആരാണ് പ്രവാചകൻ ഇങ്ങനെ കൽപ്പിക്കുമ്പം ആ മാറ്റത്തിനൊപ്പിച്ച് മാറാൻ തയ്യാറുള്ളത് എന്നറിയാൻ തന്നെയാണ് അത് ചെയ്തതെന്ന. അല്ലാതെ ഇത്തരത്തിൽ പ്രവാചകൻ പറഞ്ഞതനുസരിക്കാത്ത ഒരു സമൂഹത്തെയും കൊണ്ട് വലിയൊരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധ്യമല്ല. ഉമ്മത്തൻ വസത്ത് എന്ന് പറഞ്ഞല്ലോ, ആ ഉമ്മത്തൻ വസത്തായിട്ട് ജീവിക്കണമെങ്കിൽ ഇങ്ങനെ ചില ടെസ്റ്റുകൾ നടത്തണം. എന്നിട്ട് മുസ്ലിങ്ങൾ പ്രവാചകൻ എത്രത്തോളം അനുസരിക്കാൻ തയ്യാറുണ്ട്. പ്രവാചകൻ അങ്ങോട്ട് തിരിയാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിച്ചു അല്ലേ? ഈ ഹദീസിന്റെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം, സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വചനം ഒരാൾ വന്ന് ഓതിക്കൊടുക്കുന്നത്, സഹാബി വന്ന് ഓതിക്കൊടുക്കുന്നത്. ആ സുബഹി നമസ്കാരത്തിൽ റുക്കൂഇലായിരുന്ന ഘട്ടത്തിൽ അവർ ആ നിൽക്കുന്ന നിപ്പിൽ തന്നെ പരിശുദ്ധ കഅബക്ക് നേരെ തിരിഞ്ഞു. അത്രക്ക് അനുസരണബോധമുള്ള ഒരു സമൂഹത്തെ അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു അള്ളാഹു.
എന്തിനാ കാണിച്ചു കൊടുത്തത്? ഇനി വരാനിരിക്കുന്ന നൂറുകണക്കിന് ഉത്തരവാദിത്തങ്ങൾ വഹിക്കാൻ ഈ സമുദായത്തിന് ശക്തിയുണ്ടെന്ന് തെളിയിച്ചു കൊടുക്കാൻ. അതാണ് അല്ലാഹു അവിടെ പറഞ്ഞത്. ആരാണ് പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്നവർ, ആരാണ് പിന്തിരിഞ്ഞു പോകുന്നവർ എന്നറിയാൻ വേണ്ടിയാ. വഇൻ കാനത ലകബീറതൻ ഇല്ലാ അലല്ലദീന ഹദല്ലാഹ്, അല്ലാഹു ഹിദായത്ത് കൊടുക്കാത്തവർക്ക് ഇത് വലിയ പ്രയാസമുള്ള സംഗതിയാണ്. അള്ളാഹിന്റെ ഹിദായത്ത് ശരിക്ക് ഹൃദയത്തിൽ കണ്ടു വരാതെ ഇസ്ലാമിനെ ശരിയായി ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് ഇത് മനസ്സിന് പ്രയാസമുണ്ടാക്കും. ഇതെന്താ ഈ പറയുന്നത്? ഇതുവരെ അങ്ങോട്ട് തിരിയാൻ പറഞ്ഞു, ഇപ്പൊ ഇതാ ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞിരിക്കുന്നു, ഒരു സ്ഥിരതയുമില്ല, അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളായി നിൽക്കണില്ല എന്ന് ആർക്കെങ്കിലൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ആർക്കേ തോന്നുള്ളൂ? അള്ളാഹിന്റെ ഹിദായത്ത് കിട്ടാത്ത ആൾക്കാർക്ക്. അത്തരം ആൾക്കാർ ആരോ ഉണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന. വമാ കാനല്ലാഹു ലിയുദീഅ ഈമാനകും ഇന്നല്ലാഹ ബിന്നാസിൽ റഊഫുർ റഹീം. വിശ്വാസികളുടെ ഈമാനിനെ അള്ളാഹു ഒരിക്കലും പാഴാക്കി കളയുകയില്ല. അള്ളാഹു ഔദാര്യവാനും കാരുണ്യനിധിയുമാകുന്നു. അള്ളാഹു കാരുണ്യം ചെയ്യുന്നവനുമാകുന്നു അള്ളാഹു. അപ്പം അള്ളാഹു ഒരിക്കലും വിശ്വാസികളുടെ ഈമാനിനെ നഷ്ടപ്പെടുത്തുകയില്ല. അപ്പം ഇങ്ങനെയാണ് മുസ്ലിങ്ങൾ പഠിപ്പിക്കപ്പെട്ടത്. മുസ്ലിങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടതാ. അപ്പം മുസ്ലിങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ മതം പഠിപ്പിച്ചത് അതനുസരിച്ച് ജീവിക്കാനാണ് ബാധ്യത. പക്ഷെ ഇവിടെയുള്ള IS-നും അതുപോലെ അൽഖയ്ദക്കുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാ? ഒരിക്കലും പ്രവാചകന്റെ അല്ല. പ്രവാചകന്റെ നിർദ്ദേശമനുസരിച്ചല്ല അവർ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിൽ പറഞ്ഞ ഏതെങ്കിലും നിയമമനുസരിച്ചല്ല അവർ പ്രവർത്തിക്കുന്നത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള മതം ഇതാണ്. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കുള്ള തലച്ചോറ് വേറെയാ. അതാരുടെ തലച്ചോറാ? അത് യൂറോപ്യന്മാരുടേതാണ്. ഭീകരതയൊക്കെ ഉണ്ടാക്കിയത് യൂറോപ്പിലുള്ളവരാ. യൂറോപ്പിൽ നിന്നാണ് അത് മറ്റുള്ള നാടുകളിലേക്ക് എത്തിയത്. ഞാനതിന് ചരിത്രത്തിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലുമൊക്കെ നൂറുകണക്കിന് ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയെ പോലെയുള്ള, ഐറിഷ് റിപ്പബ്ലിക്കൻ ബ്രദർഹുഡിനെ പോലെയുള്ള സംഘടനകൾ, അവരിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന IS ആവട്ടെ അൽഖയ്ദയാകട്ടെ പ്രവർത്തിക്കുന്നത്. റഷ്യൻ വിപ്ലവം 1917 നടന്ന റഷ്യൻ വിപ്ലവം, അതുപോലെ 1949 നടന്ന ചൈനീസ് വിപ്ലവം, ഈ ചൈനീസ് വിപ്ലവത്തിൽ നിന്നും റഷ്യൻ വിപ്ലവത്തിൽ നിന്നുമൊക്കെ ആവേശം ഉൾക്കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നക്സൽ പ്രവർത്തകൻ, നക്സലിസം എന്ന പേരിൽ അങ്ങേയറ്റത്തെ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവർ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും അവർ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും നക്സൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഭീകരമായ പ്രവർത്തനങ്ങൾ. ഇസ്ലാമിന് അതിന് മാതൃകയില്ല. മുസ്ലിങ്ങളല്ലത് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉറവിടം ഇത്തരം പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഭൗതികമായ ബന്ധങ്ങൾ. ഈ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയും ഐറിഷ് റിപ്പബ്ലിക്കൻ ബ്രദർഹുഡും ഒക്കെ ക്രിസ്ത്യൻ സംഘടനകളാണ്. അതുപോലെ ക്രൈസ്തവരാകട്ടെ കമ്മ്യൂണിസ്റ്റ് ആശയമുള്ളവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നക്സൽ ചിന്താഗതി ഉള്ളവർ. അതുപോലെ നമുക്കറിയാം ശ്രീലങ്കയിൽ അടുത്ത കാലം വരെയും വമ്പിച്ച പ്രശ്നങ്ങളുണ്ടാക്കി ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയ LTTE ഹൈന്ദവ പിൻബലമുള്ള, ഹൈന്ദവ പശ്ചാത്തലമുള്ള ഒരു സംഘടനയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ വടക്കൻ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നാഗാലാൻഡിലുള്ള സംഘടനകൾ, തീവ്രവാദ സംഘടനകൾ ക്രിസ്ത്യൻ സ്വഭാവമുള്ളവയാണ്. അതുപോലെ ഉൾഫാ തീവ്രവാദികൾ ഹൈന്ദവ പശ്ചാത്തലമുള്ളവരാണ്. ഇസ്ലാമിനെ ഒരിക്കലും ഇത്തരം ഭീകരപ്രവർത്തനവുമായി നമുക്ക് കൂട്ടിക്കെട്ടാനേ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഈ IS ആകട്ടെ മറ്റ് തീവ്രവാദ സംഘടനകളാകട്ടെ അവരൊന്നും ഇസ്ലാമിൽ നിന്ന് ഊർജം സ്വീകരിച്ചവരല്ല. പിന്നെ അവർക്കൊക്കെ ഊർജം കൊടുത്തത് യൂറോപ്യൻ ശക്തികളാണ്, പാശ്ചാത്യ നാടുകളിലുള്ളവരാണ്. അവരുടെ ലക്ഷ്യം സാമ്പത്തികമോ ഭരണപരമോ ആയ താല്പര്യങ്ങളാണ്, മതപരമായ താല്പര്യമേ അല്ല. മതപരമായ താല്പര്യമായിരുന്നു അവർക്കുണ്ടായിരുന്നെങ്കിൽ അവർ ഇസ്ലാമിന് ഗുണകരമായ വല്ലതും ചെയ്യുമായിരുന്നു. അവർ ചെയ്തത് മുസ്ലിങ്ങളെയും ഇസ്ലാമിക രാജ്യങ്ങളെയും ശിഥിലപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ്. സൗദി അറേബ്യയിലെ പുണ്യ നഗരങ്ങളിലാണ് അവർ ബോംബിട്ടത്. അല്ലാതെ അവർക്ക് പറയുന്ന ശത്രുത ഉണ്ട് എന്ന് പറയുന്ന അമേരിക്കയിലോ ഇസ്രായേലിലോ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കാരണം ചെയ്യാൻ ശ്രമിച്ചിട്ടുമില്ല. കാരണം അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ചിന്തകന്മാരല്ല, മറിച്ച് ഇത്തരത്തിലുള്ള യൂറോപ്പിൽ നിന്നും മറ്റൊന്ന് കടമെടുത്തിട്ടുള്ള ചിന്തകന്മാരാണ്. അത് ഒരിക്കലും ഇസ്ലാമുമായിട്ട് അതിന് ബന്ധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ശേഷം ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റോമിലേക്കൊരു സൈന്യത്തെ സൈന്യത്തിനെ പറഞ്ഞേക്കുക. പ്രവാചകൻ നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ള സൈന്യമാണ്. വഴിയിൽ വെച്ചിട്ട് അവർ തിരിച്ചു വന്നതാ. ആ സൈന്യത്തെ പ്രവാചകന്റെ മരണശേഷം വീണ്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റോമിലേക്ക് പറഞ്ഞേക്കുക. അങ്ങനെ പോകുന്ന സൈന്യത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശം എന്താണെന്നറിയോ? അതിൽ ഒന്നാമത് പറഞ്ഞത്, നിങ്ങൾ
നിങ്ങൾ ചതിക്കരുത്, നിങ്ങൾ ചതിക്കരുത്, വഞ്ചിച്ചെടുക്കരുത്, പറ്റിക്കരുത്. കൊച്ചുകുട്ടികളെയും പ്രായം ചെന്ന വൃദ്ധന്മാരെയും സ്ത്രീകളെയും നിങ്ങൾ വധിക്കരുത്. ഈത്തപ്പനകൾ മുറിക്കുകയോ അവ അഗ്നിക്കിരയാക്കുകയോ ചെയ്യരുത്. ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ നശിപ്പിക്കരുത്. ആടിനെയോ പശുവിനെയോ ഒട്ടകത്തെയോ ഭക്ഷണാവശ്യത്തിനല്ലാതെ അറുക്കരുത്. ആശ്രമങ്ങളിൽ ആരാധനക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ചിലരെ നിങ്ങൾ കാണും. ആരാധനക്കായി ആശ്രമങ്ങളിൽ ജീവിതം ഒഴിഞ്ഞുവെച്ചത് മുസ്ലിങ്ങളാ? അല്ല, മുസ്ലിങ്ങളാണ് അവിടെ ഉള്ളതല്ല നാട്ടിൽ. അപ്പം അത്തരത്തിലുള്ള ആരാധനയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ആളുകളെ നിങ്ങൾ ആശ്രമങ്ങളിൽ കാണും. അത്തരം ആളുകളെ അവർ ജീവിതം ഒഴിഞ്ഞു വെച്ച കാര്യത്തിനായി നിങ്ങൾ വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ അവരാരെങ്കിലും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനൊന്നും നിങ്ങൾ ശ്രമിക്കണ്ട, ഓല പണിയെടുത്തോട്ടെ. നിരപരാധിയായ ഒരു അമുസ്ലിമിനോടും നീതിരഹിതമായി പെരുമാറാൻ പാടില്ലെന്നതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം. ഇതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സേനാനായകൻ്റെ കൈ കൊടുത്ത കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കൂ നിങ്ങൾ. അപ്പോൾ എന്താ റസൂലുള്ളാഹിന്റെ മതം പഠിച്ചിട്ടുള്ളവർ, പ്രവാചകനെ ഇത്തിബാഅ് ചെയ്തിട്ടുള്ള സഹാബത്ത്, അവർ ചെയ്തിട്ടുള്ള മാർഗം ഇതാണ്. അതുപോലെ തന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ്, യുദ്ധമുണ്ടായാൽ പോലും നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടെന്താ? സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നു, വഖാതിലൂ ഫീ സബീലില്ലാഹ്, വഖാതിലൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. അല്ലേ, യുദ്ധം ഉണ്ടായാൽ യുദ്ധം ചെയ്യണം, യുദ്ധമുണ്ടായാൽ യുദ്ധം ചെയ്യണം. അല്ലദീന യുഖാതിലൂനക്കും, പക്ഷെ ആരോടാ യുദ്ധം ചെയ്യേണ്ടത്? ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നവരോട് എന്നാ. പട്ടാളക്കാരോട് മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ എന്നാ പറഞ്ഞത്. പട്ടാളക്കാരോട് മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ സിവിലിയന്മാരോട് യുദ്ധം ചെയ്യാൻ പാടില്ല. ഇന്നത്തെ നമ്മുടെ നാഗരിക സമൂഹം എന്ന് പറയുന്ന സംസ്കൃത സമൂഹം, പാശ്ചാത്യ സമൂഹം, അവർ നടത്തുന്ന യുദ്ധങ്ങളിൽ പട്ടാളക്കാർക്കെതിരെയാണോ അവർ യുദ്ധം ചെയ്യുന്നതല്ല. സാധാരണക്കാർ ആശുപത്രിയിൽ കിടക്കുന്ന നിരപരാധികളായ രോഗികൾക്ക് നേരെയാ ബോംബാക്രമണം നടക്കുന്നത്. ആര്? പരിഷ്കൃത നാടിൻ്റെ അഭിമാനിക്കുന്ന പോലീസുകാർ. അവര് യുദ്ധം ചെയ്യുന്നത് പാവപ്പെട്ടവരോടാ, നിരപരാധികളോടാ, സ്ത്രീകളോടാ, കുട്ടികളോടാ. ആരാ അവർക്ക് മാതൃക? അവരുടെ മാതൃക പിൻപറ്റുന്ന IS മാതൃക ആർക്കാ? യൂറോപ്യന്മാർ പഠിപ്പിച്ചത് അവരും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇസ്ലാമിന് ബന്ധമല്ല. ഇസ്ലാം പറഞ്ഞത് ഇങ്ങനെയാ, നിങ്ങൾ യുദ്ധത്തിന് പോയാൽ ഇങ്ങോട്ട് ആക്രമിച്ചവരോട് മാത്രമേ തിരിച്ചാക്രമിക്കാൻ പാടുള്ളൂ. അല്ലേ, വഖാതിലൂ ഫീ സബീലില്ലാഹ് അല്ലദീന യുഖാതിലൂനക്കും, നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവരോട് നിങ്ങളും യുദ്ധം ചെയ്യുക. ഇനിയോ വലാ തഅതദൂ, അവരോട് തിരിച്ച് യുദ്ധം ചെയ്യുന്നത് പോലും ഒരിക്കലും അതിക്രമം പാടില്ല. എന്താ അതിക്രമം പാടില്ല പറഞ്ഞാൽ, ഒരു പട്ടാളക്കാരൻ മരിച്ചു വീണാൽ അവൻ്റെ അവയവങ്ങൾ മുറിച്ചു കളയരുത്, അവനെ അപമാനിക്കാൻ ശ്രമിക്കരുത്. അല്ലേ, ഈ തീവ്രവാദം ആഘോഷിക്കുന്നവർ, തീവ്രവാദത്തിൻ്റെ പേരിൽ ഇസ്ലാമിനെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞവർ കൊല്ലപ്പെട്ടിട്ടുള്ള സൈനികൻ്റെ ജഡം കെട്ടിത്തൂക്കിയിടുകയാണ്, ആളെ പ്രദർശിപ്പിക്കുകയാണ്, അപമാനിക്കുകയാണ്. ജഡത്തെ അപമാനിക്കുന്നവർ അവരെങ്ങനെ മുസ്ലിങ്ങളാവുക? നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിൽ കുറച്ചു കാലം മുമ്പ് പിടിച്ചിട്ട് കൊന്ന് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിൽ കെട്ടിട്ടിരിക്കുക, എന്നിട്ട് പറയാ ഞങ്ങൾ മുസ്ലിങ്ങളാണ്. എന്താ എവിടുന്ന മാതൃക? എവിടെയാ മാതൃക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ ചെയ്യാൻ പാടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചെയ്യാൻ പാടില്ല. അങ്ങനെ നിർദ്ദേശങ്ങൾ, ഇസ്ലാമിന്റെ നിർദ്ദേശം അതാ, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, ഇങ്ങനെ അതിക്രമം കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടൂല. അപ്പൊ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് അതിക്രമത്തിന് പോയാൽ അള്ളാഹു അവരെ ഇഷ്ടപ്പെടൂല. അപ്പൊ ഇസ്ലാം വളരെ കണിശമാകുന്നു. അല്ലേ, ഇനി കുരിശുയുദ്ധം നോക്കി നിങ്ങൾ. കുരിശുയുദ്ധത്തിൽ അവർ പിടിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ അവർ ചെയ്തിട്ടുള്ള അങ്ങേയറ്റത്തെ ക്രൂരതകൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോസ്റ്റോവ്സ് എന്ന് പറയുന്ന ഒരു അമുസ്ലിം ചരിത്രകാരൻ, അദ്ദേഹം പറയാ, കുരിശുപട മുസ്ലിങ്ങൾക്ക് നേരെ ചെയ്തിട്ടുള്ള ക്രൂരതകളെപ്പറ്റി അദ്ദേഹം എഴുതിയ ഒരു ഉദ്ധരണി ഇതാണ്. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ആളുകൾ രക്തം ചിന്തുന്നതിൽ അല്പം കടന്നുപോയി. ആരാ പറഞ്ഞത്? ഒരു അമുസ്ലിം ചരിത്രകാരൻ പറയാ, കുരിശ് യുദ്ധത്തിന്റെ കാലത്ത് മുസ്ലിങ്ങളോട് ചെയ്ത കുറച്ച് അധികമായി പോയി. നമ്മുടെ ആളുകൾ രക്തം ചിന്തുന്നതിൽ അല്പം കടന്നുപോയി. വിശേഷിച്ചും മുസ്ലിങ്ങളും യഹൂദരും ക്രിസ്ത്യാനികളും അഭയം തേടിയിരുന്ന ഹൈക്കൽ സുലൈമാനിയയിൽ ഒരഭയം തേടി, എല്ലാ വിഭാഗക്കാരും അഭയം തേടിയെ അവിടെ പോയിട്ട് നിങ്ങൾ ക്രൂരത കാണിച്ചു, രക്തം ചിന്തിയത് കുറച്ച് അധികമായി പോയി. അല്ലേ, ഗ്രാമത്തിലെ മൃതശരീരങ്ങൾ രക്തസാഗരത്തിൽ ഒഴുകുകയായിരുന്നു. 8 ദിവസം കൊണ്ട് ഒറ്റ സ്ത്രീയെയോ കുട്ടികളെയോ വൃദ്ധനെയോ ബാക്കി വെക്കാതെ എല്ലാവരെയും അവർ വധിച്ചു. കണ്ടോ, ഒരു കുട്ടിനെ പോലും ബാക്കി വെച്ചില്ല, ഒരു വൃദ്ധനെ പോലും ബാക്കി വെച്ചില്ല, യുദ്ധത്തിന് പോകാത്തൊരു സ്ത്രീയെ പോലും വെറുതെ വിട്ടില്ല. അതാണ് കുരിശ് യുദ്ധം എന്ന് പറയുന്നത്. അതാണ് ക്രൈസ്തവർ പഠിപ്പിച്ച യുദ്ധം. ഇസ്ലാം പഠിപ്പിച്ച യുദ്ധം എന്താ? അവിടെ ഈത്തപ്പനെ പോലും മുറിക്കാൻ പാടില്ല എന്നാ. ഒരു ഈത്തപ്പനെ പോലും മുറിക്കരുത്. ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നവരോട് മാത്രമേ തിരിച്ചാക്രമിക്കാൻ പാടുള്ളൂ. ഇനി നോക്കൂ നിങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു
ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈലിയ എന്ന സ്ഥലം ഇസ്ലാമിൻ്റെ കീഴിൽ വന്നു. ആ ഈലിയയിലെ നിവാസികൾ അവിശ്വാസികളാണ്. അവരുമായിട്ട് ഉമർ റളിയല്ലാഹു ഒരു സന്ധി ഉണ്ടാക്കി. എന്താ സന്ധി പറയുന്നതെന്നറിയോ? ഇതനുസരിച്ച് അവരുടെ ശരീരങ്ങളും സ്വത്തുക്കളും ആരാധനാലയങ്ങളും കുരിശുകളും സുരക്ഷിതമായിരിക്കും. എന്താ സുരക്ഷിതം? കുരിശുകൾ സുരക്ഷിതമായിരിക്കും. IS എന്താ പറഞ്ഞത്? ഒരു അടയാളം വെക്കാൻ പാടില്ല എന്ന്. അപ്പം അതിന് ഇസ്ലാം അല്ല എന്ന് മനസ്സിലായില്ലേ? ഇസ്ലാം അങ്ങനെ അസഹിഷ്ണുതയുള്ള മതമല്ല. ഇത്തരം കുരിശ് കാണുമ്പോഴേക്ക് ബേജാറാവുന്ന മതമല്ല. അവിശ്വാസികൾ അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം പരിപൂർണമായും അനുവദിച്ചു കൊടുക്കുന്ന മതാ ഇസ്ലാം. അതാ ഉമർ റളിയല്ലാഹു അൻഹു കരാറുണ്ടാക്കിയത്. എന്താണ്? ഇതനുസരിച്ച് അവരുടെ ശരീരങ്ങളും സ്വത്തുക്കളും ആരാധനാലയങ്ങളും കുരിശുകളും സുരക്ഷിതമായിരിക്കും. പിന്നെ അവരിലെ അശരണർക്കും മതവിശ്വാസികൾക്കും സംരക്ഷണം ലഭിക്കുന്നതാണ്. ചർച്ചുകളിൽ ആരെയും താമസിപ്പിക്കുകയില്ല, അവ പൊളിച്ചു മാറ്റുകയില്ല എന്നല്ല, അവ ചെറുതാക്കുകയോ അവയുടെ ചുവരുകൾ തകർക്കുകയോ ചെയ്യില്ല. കുരിശുകൾ നശിപ്പിക്കുകയോ മതം മാറ്റത്തിന് അവരെ നിർബന്ധിക്കുകയോ ഇല്ല. അവർക്ക് ഒരു തരത്തിലുമുള്ള നാശനഷ്ടവും വരുത്തുകയില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ കരാറാ. ഇനി ഷാമിലെ ഗവർണറായിരുന്ന അബൂ ഉബൈദക്ക് ഉമർ റളിയല്ലാഹു ഒരു കത്തെഴുതി. എന്താ ഗവർണർക്ക് എഴുതിയ കത്ത്? അതിൽ പറഞ്ഞത് അമുസ്ലിങ്ങളെ ആക്രമിക്കാനും അവരുടെ ധനം അന്യായമായി അനുഭവിക്കാനും മുസ്ലിങ്ങളെ താങ്കൾ ഒരു കാരണവശാലും അനുവദിക്കരുത്. അവരോട് ചെയ്ത കരാറിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായും പാലിക്കുക തന്നെ വേണം. നോക്കൂ നിങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ അബുലു അല എന്ന് പറയുന്ന ഒരു അവിശ്വാസി, അബുലു ഉല എന്ന് പേരുള്ള ഒരു അവിശ്വാസി, അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തി. അതിൽ ആ കുത്തേറ്റാണ് ഉമർ റളിയല്ലാഹു അൻഹു മരണവേദനയിൽ പിടയുന്ന ഉമർ റളിയല്ലാഹു അൻഹു. എന്താ നമ്മുടെ നാട്ടിൽ സാമാന്യ ബുദ്ധി പ്രകാരം ആരാണോ ആ ആക്രമിച്ചത് അവൻ്റെ മതവും അവൻ്റെ സമുദായവും ആരാണോ അവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ അബൂൽ ഉലത്തിൻ്റെ ആ വിഭാഗം ഉൾക്കൊള്ളുന്ന സമൂഹത്തോട് എങ്ങനെ പെരുമാറണമെന്ന മരണശയ്യയിൽ വെച്ച് ഉമർ റളിയല്ലാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ. ഉമർ റളിയല്ലാഹു പറയാ, ദൈവത്തിൻ്റെയും ദൈവദൂതൻ്റെയും സംരക്ഷണത്തിലാണെന്ന് അംഗീകരിക്കപ്പെട്ട അമുസ്ലിങ്ങളോട് ചെയ്ത വാഗ്ദാനങ്ങളെല്ലാം പാലിക്കാനും അവർക്ക് വേണ്ടി പൊരുതാനും സാധ്യതയിൽ കവിഞ്ഞതിന് അവരെ നിർബന്ധിക്കാതിരിക്കാനും ഞാൻ ഉപദേശിക്കുന്നു. എന്താ? അവിശ്വാസികൾക്ക് വേണ്ടി പൊരുതണമെന്ന്. ആര്? മുസ്ലിങ്ങൾ. അവിശ്വാസികൾ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണം. ആര്? മുസ്ലിങ്ങൾ. അവിശ്വാസികളെ യാതൊരു ബുദ്ധിമുട്ടും അനുഭവിപ്പിക്കരുത്. ആരാ പറയണത്? ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം കുത്തേറ്റ് കിടക്കുന്നത്, അവിശ്വാസിയുടെ കുത്തേറ്റിട്ട് അദ്ദേഹം കിടക്കുന്നത്. ആ സമയത്ത് പോലും മുസ്ലിങ്ങൾക്കുള്ള ഉപദേശം ഇതാ. ഇങ്ങനെ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഞാൻ അധികം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഏതായാലും ശരി, ഇസ്ലാം എന്നത് ബഹുമത സമൂഹത്തിൽ ജീവിക്കാൻ പഠിപ്പിച്ച മത. മാത്രമല്ല തുടങ്ങിയത് അങ്ങനെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച സമൂഹമായാലും മൂസാ നബി അലൈഹി സ്വലാം ജീവിച്ച സമൂഹമാണെങ്കിലും എല്ലാ പ്രവാചകന്മാരുടെയും സമൂഹം അവിശ്വാസികളുടെ സമൂഹമാണ്. അവരുടെ കൂടെ ജീവിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ഇപ്പം കേരളത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. കേരളത്തിൽ മുസ്ലിങ്ങൾ വന്നത് മാലിക് ബിൻ ദീനാറും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏതാനും ആളുകൾ, അവർ വന്നിട്ട് ആരുടെ കൂടെ അവർ താമസിച്ചത്? ഇവിടുത്തെ രാജാവെന്ന് ഹിന്ദു രാജാക്കന്മാരാ. ഹൈന്ദവ രാജാക്കന്മാരുടെ കീഴിൽ നല്ല അടിമകളായി അല്ലെങ്കിൽ നല്ല സഹോദരന്മാരായി നല്ല പ്രജകളായിട്ടാണ് അവർ ജീവിച്ചത്. സാമൂതിരി എന്ന രാജാവിൻ്റെ കീഴിൽ കുഞ്ഞാലി മരക്കാർമാർ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് ജീവിച്ചത്. കുഞ്ഞാലി മരക്കാർമാരുടെ ശക്തിയായിരുന്നു സാമൂതിരിയുടെ ശക്തി. സാമൂതിരി തകർന്നത് കുഞ്ഞാലി മരക്കാരൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ്. അത്രമാത്രം ബന്ധം മുസ്ലിങ്ങളുമായി അന്നത്തെ ഹൈന്ദവ രാജാക്കന്മാർക്കുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ മുഴുവനും നമുക്ക് കാണാം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് മലബാർ ഭാഗത്ത് മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിൽ അങ്ങേയറ്റം ശ്രമം നടത്തിയിട്ടുള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹത്തിൻ്റെ 41ാമത്തെ വയസ്സിലാണ് അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്നത്. ഒരു ബഹുമത സമൂഹത്തിൽ, ബഹുസ്വരമായ സമൂഹത്തിൽ മെമ്പർഷിപ്പുള്ള ഒരു വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നതാരാ? ഇവിടുത്തെ ഇസ്ലാഹി പ്രവർത്തന രംഗത്ത് അങ്ങേയറ്റം വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹം 41ാമത്തെ വയസ്സിൽ KPCC പ്രസിഡൻ്റാണ്. 1930 ലാഹോറിൽ വെച്ച് കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നു. 1930 ജനുവരി 26. ആ ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ആ 1930 ജനുവരി 26 ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ
ഈ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടക്കുക. പൂർണ്ണ സ്വരാജ്, ഇന്ത്യക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകണം എന്ന പ്രഖ്യാപനം. ആ പ്രമേയം ചർച്ച ചെയ്യുന്ന സമ്മേളനത്തിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്ത ഒരേ ഒരു പ്രതിനിധി ആരാ? അത് KM സീതി സാഹിബ് എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് അമരക്കാരനാണ്. മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യൻ്റെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതിനു മുമ്പ് 1923-ലും 40-ലും അദ്ദേഹം കോൺഗ്രസിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ആദ്യമായിട്ട് കോൺഗ്രസിൻ്റെ പ്രസിഡന്റാകും അദ്ദേഹത്തിന് 35 വയസ്സായിട്ട് പ്രായമുള്ളൂ. 35 വയസ്സുള്ള അബുൽ കലാം ആസാദിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ ആ മഹാനായ പണ്ഡിതനെ ഇന്ത്യ എത്രത്തോളം ആദരിച്ചിരിക്കണം. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ മനപ്പാടാക്കുക മാത്രമല്ല, ഒരുപാട് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മഹാന അബുൽ കലാം ആസാദ്. ചില്ലറക്കാരനൊന്നുമല്ല, നമ്മൾ രാഷ്ട്രീയക്കാരനായിട്ട് മനസ്സിലാക്കുക. പക്ഷേ അദ്ദേഹം വലിയ പണ്ഡിതനാണ്. 100 കണക്കിന് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ അൽ ഹിലാൽ, അൽ ബലാഗ് എന്ന പേരുകളിൽ അദ്ദേഹം പ്രസിദ്ധീകരണങ്ങൾ നടത്തി. ജിഹാദിനെ കുറിച്ചാണ് മുഴുവൻ പറഞ്ഞത്. അതിൽ ജിഹാദ്, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് ജിഹാദിന് ആഹ്വാനം ചെയ്തു. ആർക്കെതിരെയുള്ള ജിഹാദ്? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ജിഹാദ്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് നടത്തിയിട്ടുള്ള ആളാ അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ തൂലിക കൊണ്ട് ഈ അൽ ബലാഗ്, അതുപോലെ അൽ ഹിലാൽ തുടങ്ങിയിട്ടുള്ള പത്രങ്ങളിലൂടെ നിരന്തരമായ അദ്ദേഹത്തിൻ്റെ എഴുത്ത്, അത് പുസ്തകമായിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടും. ജിഹാദിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ഒരുപാട് കാഴ്ചപ്പാട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഇന്ത്യക്ക് വേണ്ടിയുള്ള സമരം, ഇന്ത്യക്ക് വേണ്ടിയുള്ള ജിഹാദ് അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് പോലെയാകുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിലൂടെ. അപ്പം അങ്ങനെ അദ്ദേഹം ഒരു സലഫി ആശയക്കാരനാണ്. അതേപോലെ ഒരുപാട് ആളുകൾ, ഞാൻ സുദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരുപാട് ആളുകളുടെ ചരിത്രം നമുക്കറിയാം. അവരൊക്കെ ഇസ്ലാം പഠിച്ചവരാ, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയവരാ, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ ഉൾക്കൊണ്ടവരാ. ഈ ഇന്ത്യൻ ജനാധിപത്യവുമായി സഹകരിക്കാൻ മുസ്ലിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് അവർക്കറിയായിരുന്നു. പിന്നെ ആരാണ് മുസ്ലിങ്ങളോട് ഈ ജനാധിപത്യം പാടില്ല എന്ന് പറഞ്ഞത്? ആരാണ് മുസ്ലിങ്ങളോട് ഇസ്ലാമികമായ രാഷ്ട്രമുണ്ടെങ്കിലേ ഒരു മുസ്ലിമിൻ്റെ മതം പൂർണ്ണമാകൂ എന്ന് പറഞ്ഞത്? അത് അബുൽ അല മൗദൂദി എന്ന മനുഷ്യനാണ്. അദ്ദേഹം ആ ആശയം കൊണ്ടുവരുന്നത് വരെയും ലോകത്തെ മുസ്ലിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം അബുൽ അല മൗദൂദിയെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിക ഭരണമുണ്ടെങ്കിലേ മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായ ഇസ്ലാമായി ജീവിക്കാൻ സാധിക്കുള്ളൂ, അതുകൊണ്ട് ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി ശ്രമിക്കണം എന്ന് പറയുകയും അതിനുവേണ്ടി എല്ലാ മാർഗവും സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്തപ്പോഴാണ് ലോകത്ത് നമ്മൾ കാണുന്ന തീവ്രവാദങ്ങളെല്ലാം തന്നെ തലപൊക്കിയത് എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക, കൂടുതൽ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ഉൾക്കൊള്ളാനും ഇത്തരം സന്ദർഭങ്ങൾ അള്ളാഹു ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി തീർത്തതായിരിക്കാം. അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണല്ലോ എല്ലാം സംഭവിക്കുന്നത്. അപ്പം ഏതൊരു പ്രതിസന്ധിയും പഠിക്കാനുള്ള അവസരങ്ങളാണ്. പ്രതിസന്ധികൾ കൂടുതൽ പഠിക്കാനും വളർച്ചക്കുമുള്ള അവസരങ്ങളാണ്. ആ വളർച്ചക്കുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഅ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ രോഗം അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله.